Bismillahirrahmanirrahim. Alhamdulillah rabbil alamin wassalatu wassalamu ala rasulillah wa ala alihi washabbihi ajma'in ma'ba'd. ഏറെ ബഹുമാനം നിറഞ്ഞ ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ മദ്രസ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മണമൽ ഷംസുദ്ദീൻ, ഈ സംഗമത്തിൽ നമ്മോട് ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സലീം അലി തങ്ങൾ, ഈ സംഗമത്തിൽ നമ്മോട് സംവദിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്താദ്, ബാക്കവി സദറുകൾ, കേസ് ഉസ്താദ്, മുദരിസ് സാദിഖ് ഉസ്താദ് അടക്കമുള്ള ഈ വേദിയിൽ സജ്ജരായിട്ടുള്ള ഉലമാക്കൾ, ഏറെ സ്നേഹം നിറഞ്ഞ ഉമറാക്കൾ, ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം സ്വാലിഹായങ്ങളെ ശരിക്കുമാറാവട്ടെ. ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മദ്രസ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അലുമിനി അസോസിയേഷന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സദറുസ്താദിന്റെ അനുസ്മരണം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു അരനൂറ്റാണ്ട് കാലം, 5 പതിറ്റാണ്ടോളം കാലം നമ്മുടെ നാടിന് വിജ്ഞാനം നൽകിയ, വിജ്ഞാനത്തിന് വിപ്ലവം തീർത്ത, വിസ്മയം തീർത്ത ബഹുമാനപ്പെട്ട നമുക്കെല്ലാം അറിയാവുന്ന, നമ്മളെല്ലാം പേര് പോലും അറിയാത്ത സദറുസ്താദിന്റെ പേരിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മോട് വിട പറഞ്ഞത്. ഇന്നത്തെ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകൾ കാലം നമ്മുടെ നാടിന് നിക്ഷാപം നൽകി, നമ്മുടെ എല്ലാ കാര്യങ്ങളും നാടിന്റെ സാമൂഹികമായ, സാംസ്കാരികമായ എല്ലാ മേഖലയിലും കൃത്യമായി അടയാളപ്പെടുത്തി നമുക്കുള്ളിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ അദ്ദേഹം എന്ന് പറയുന്നത് നമുക്കൊരു മാതൃകയാണ്. കേവലം അത് ജീവിതം പോലും, ഉസ്താദിന്റെ ജീവിതം പോലും നമുക്ക് ഏറെ മാതൃകയുള്ളതാണ്. ഉസ്താദിന്റെ സംസാരവും, ഉസ്താദിന്റെ വിനയവും, ഉസ്താദിന്റെ സ്വഭാവവും, ഉസ്താദിന്റെ ഓരോ വാക്കുകളും കൃത്യമായി നമ്മളെല്ലാവരും പാഠം ഉൾക്കൊണ്ടവരാണ്. നമ്മളെല്ലാവരും അത് പാഠമാക്കേണ്ടവരാണ്. ഒരു തലമുറ മാത്രമല്ല, ഒരുപാട് തലമുറകൾക്ക് കൃത്യമായി വിദ്യാഭ്യാസം നൽകി, വിജ്ഞാനം നൽകി, അറിവിന്റെ മദ്രസയുടെ മതവിദ്യാഭ്യാസം കൃത്യമായി നൽകിയ മഹാനായ വ്യക്തിത്വമായിട്ട് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു നാട്ടിൽ തന്നെ 5 പതിറ്റാണ്ട് കാലം, 1976 ഉസ്താദ് ഇവിടെ എത്തുന്നത്. അതുമുതൽ 2023 വരെയുള്ള 47 വർഷത്തോളം കാലം ഒരു നാട്ടിൽ തന്നെ സേവനമനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ആലോചിക്കാനാവാത്ത, അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ്. ജാതി മതഭേദമെന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മഹാനവരായ നമ്മുടെ ഉസ്താദ് അവറുകൾ നമുക്കെല്ലാവരും നേരത്തെ പറഞ്ഞ പ്രകാരം നമുക്കെല്ലാവരും ഒരു മാതൃകയായി, നമുക്ക് മുന്നിലൂടെ ജീവിച്ചു പോയ, നമുക്ക് മുന്നിലൂടെ ഒരു പാഠപുസ്തകമായി, നമുക്കൊരു മോഡലായി മുന്നോട്ട് പോയ ബഹുമാനപ്പെട്ട ഉസ്താദിനെ അനുസ്മരിക്കുന്ന വളരെ ബൃഹത്തായ ചടങ്ങിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരുപാട് അനുസ്മരണ പ്രഭാഷണം നടത്താൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എത്താനും, എന്നിരുന്നാലും ഈ പരിപാടിക്ക് സ്വാഗതം അറിയുന്നതാണ് എന്നിൽ അർപ്പിതമായ കാർത്തികൻ. ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മണമൽ ഷംസുദ്ദീൻ അവറുകളാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട, നമുക്കെല്ലാം ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സലീം അലി തങ്ങൾ അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്കുള്ള ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നമ്മുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിൽ ദീർഘകാലം മുദ്രസായി സഞ്ചരിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്കുള്ള ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന മറ്റൊരു ഉസ്താദ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് നാട്ടുകാരനും വിശേഷിക്കാരനും മാത്രമല്ല ദാർഹുദയിലെ പ്രൊഫസർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട KC ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മുദരിസ് സാദിഖ് ഉസ്താദ്, ബീരാൻ ഉസ്താദ്, മദ്രസ പ്രസിഡന്റ് മണമൽ ഹംസഹാജി, സെക്രട്ടറി സി കുഞ്ഞാലി, മദ്രസ പ്രസിഡന്റ് ബാവഹാജി, സെക്രട്ടറി CM അസീസ്, അതുപോലെ തന്നെ SVS പ്രതികളായിട്ടുള്ള UFIC, SKS പ്രതിയായിട്ടുള്ള നവാഫുദവി, മാമുട്ടിയാക്ക, അതുപോലെ തന്നെ മുസ്തഫൈസി, അതുപോലെ തന്നെ എല്ലാ ബഹുമാനപ്പെട്ട ഉലമാക്കളെയും ഉമറാക്കളെയും വളരെ ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ പരിപാടിക്ക് ഈ മഴയത്ത് കൃത്യമായി ഉസ്താദിനെ സ്നേഹിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എന്റെ എല്ലാ പ്രിയ നാട്ടുകാരെയും സഹോദര സഹോദരിമാരെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മണമൽ ഷംസുദ്ദീൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സയ്യിദ് സലീം അലി തങ്ങൾ, അതുപോലെ ഏറെ പ്രിയവും നമ്മുടെ
വികാല ദരിസുമായ താത്താൻ ഉസ്താദ്, നമ്മുടെ മഹല്ലെ ദരീസ് സാദിഖ് ഹമാനി, അതുപോലെ മദ്രസ പ്രസിഡന്റ് ബാവ കൈതോൻ മൊയ്തീനാജി, നമ്മുടെ SOSന്റെ പ്രസിഡന്റ് അയ്യൂബ് ഫൈസി, ഹംസ ഫൈസി, അതുപോലെ SKSFന്റെയും SOSന്റെയും പ്രവർത്തകരെ, അതുപോലെ നമ്മുടെ മഹല്ല് കാരണവരായ മമ്മൂട്ടിയാജി, ഇവിടെ ഒത്തുകൂടിയ പൂർവ്വ വിദ്യാർത്ഥികളായ സഹോദരന്മാരെ, നാട്ടുകാരെ, നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ 5-10 നമ്മുടെ മദ്രസയിൽ സേവനം ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾക്ക് മാതൃകയാക്കി തന്ന നമ്മുടെ സദുസ്താന്റെ അനുസ്മരണ പരിപാടിയിലാണ് ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കീഴിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോൾ സത്യത്തിൽ അത് നമ്മുടെ മദ്രസയിൽ തന്നെ ഇതിനുള്ള സ്ഥലം മതിയാകുമോ എന്ന് ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ഉസ്താദിന് എത്രത്തോളം ശിഷ്യന്മാരുണ്ട് എന്നുള്ളത്. നാട്ടിലായാലും വിദേശത്തായാലും അതുപോലെ ഇവിടുന്ന് കല്യാണം കഴിച്ച് പോയ സഹോദരിമാരായാലും ഒട്ടനവധി ശിഷ്യന്മാരുള്ള ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ സദർ ഉസ്താദ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും നമ്മളോടുള്ള സ്നേഹമൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ അത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ വാപ്പാനെക്കാട്ടി അല്ലെ നമ്മുടെ സഹോദരനെക്കാട്ടിയൊക്കെ അപ്പുറമായിരുന്നു എന്നുള്ളത് പല പ്രാവശ്യം നമുക്ക് തോന്നിയിട്ടുണ്ട്. ഉസ്താദിനെ അവസാനമായി ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നത് ബാക്കി ഉസ്താദിന്റെ മകളെ കല്യാണത്തിനാണ്. അന്ന് ഉസ്താദ് അവിടെ നേരത്തെ വന്ന് നിക്കാഹിനൊക്കെ പങ്കെടുത്ത് അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയും, അപ്പൊ ഉസ്താദിനോട് ഞാൻ ചോദിച്ചത്, ഉസ്താദ് അങ്ങനെ അസുഖം ഉണ്ടായിട്ടും ഉസ്താദ് കല്യാണത്തിനൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞത്, ഇന്നിവിടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇവിടെ എത്തും എനിക്കറിയാം. ഉസ്താദിനെ എനിക്ക് അവരെയും അവർക്ക് എന്നെയും ഒന്ന് കാണാനുള്ള അവസരമാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ സത്യത്തിൽ ഉസ്താദിന്റെ കൂടെ കുറച്ചേരം അവിടെ ഇരുന്ന് കുശലാന്വേഷണമൊക്കെ നടത്തി അവിടുന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞത് ഒരു അവസാനത്തെ കണ്ടുമുട്ടലാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഉസ്താദിന് കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ഉസ്താദിനെ പോയി കാണണം എന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു. ഞാനും ഖാലിദും നാളേക്ക് പോകാം എന്ന് നിശ്ചയിച്ച അന്നാണ് ഉസ്താദ് മരണപ്പെട്ടത്. ഉസ്താദിന്റെ മരണവാർത്ത കേട്ടപ്പോൾ വളരെ വളരെ വിഷമം ഉണ്ടായി. എന്തായാലും അവരുടെ കബറിടം സ്വർഗത്തോപ്പാക്കി കുറിക്കട്ടെ, ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ള കാര്യത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അവിടെ കുറെ ആളുകൾ നമ്മളെ തത്താൻ ഉസ്താദ് ശരീരങ്ങള്, അതുപോലെ KS ഉസ്താദ് കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അതുപോലെ നമ്മളെ ദരീസ് മമ്മൂട്ടിയൊക്കെയാണ് ഇപ്പൊ ഉസ്താദ് വന്ന സമയത്തുള്ള ഒരു കുറച്ചെങ്കിലും ഒരു അറിവുള്ള കാര്യം ഒക്കെ ഉള്ളത് മമ്മൂട്ടിയൊക്കെയാണ്. കാരണം അത്രയും പ്രായമുള്ള ഒരാള് നമ്മളെ ഈ ഭാഗത്ത് ഉണ്ടെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ മമ്മൂട്ടിയൊക്കെ ആ കാര്യങ്ങൾ പറയും, ഉസ്താദോടെ എങ്ങനെ വന്ന് എത്ര എന്തായിരുന്നു അവരെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. എന്തായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയ്ദ് സലീം തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഇവിടെ തന്നെ നിൽക്കുന്ന കേസിൽ മുഹമ്മദ് ഉസ്താദ്, ബഹുമാനായ സാദിഖ് ഉസ്താദ്, ഹംസഹാജി, പ്രിയമായ മഹമ്മദ്
ബിസിനസ് അയ്യം പൈസ സ്വയാശംസ സുഖകരമുള്ള ഈ പ്രദേശത്ത് മഹലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട നാട്ടുകാർ സദുസ്ഥാപനാണ്. അങ്ങനെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സദുസ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അതൊരു പര്യായമാണ്. സദുസ്ഥാപനം എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ മദ്രസയിൽ തന്നെയാണ്. നമ്മുടെ പള്ളികളിൽ മദ്രസകളിലും ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിലും അവരൊന്നും ആ പേരിൽ അറിയപ്പെടാറില്ല. 5 പതിറ്റാണ്ട് ഒരേ സ്ഥലത്ത് നിൽക്കുക അതൊരു റെക്കോർഡാണ്. അതിലുപരി 5 പതിറ്റാണ്ട് കാലം കാര്യമായ ഒരു പരാതിയുമില്ലാതെ ഒരു ഉസ്താദ് നിലകൊള്ളുക എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ കുറ്റപ്പെടുത്തലുകളോ എല്ലാം സ്വാഭാവികമായിട്ടുണ്ടാകും. അതൊന്നുമില്ലാതെ തുടർച്ചയായ 5 പതിറ്റാണ്ട് കാലം ഈ പ്രദേശത്തെ മഹല്ലത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ മദ്രസയുടെ ചുമതലക്കാരനായി പാലക്കാടത്തെ പള്ളിയുടെ ഇമാമായും ഒക്കെ സേവനം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം, മഹാഭാഗ്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടാവില്ല. ഈ പ്രദേശത്തായിരിക്കും, നമ്മുടെ ഭാഗത്തായിരിക്കും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു മഹാനായ മനുഷ്യൻ്റെ ഓർമ്മ, ആ ഓർമ്മ പുതുക്കുക, അദ്ദേഹത്തിലൂടെ എന്തെങ്കിലും ചെയ്യാനുള്ളത് ദ്വാരക്കൽ മാത്രമല്ല, ദ്വാര ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ആഹൃത്ത് വെളിച്ചപ്പെടുത്താക്കുവാനുള്ള പിന്നെ നീക്കലുകളും എല്ലാം ഹദിയ ചെയ്യുകയാണ് നമുക്കേക്ക് ചെയ്യാനുള്ളത്. ഒരു മനുഷ്യന് ഇബാദുർ റഹ്മാൻ ആരാണെന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അല്ലാഹുവിൻ്റെ സച്ചരിതരായ അടിമകളെ കുറിച്ച് പറയുമ്പോൾ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിൽ കൂടെ വളരെ പക്വതയോടുകൂടി മാന്യമായിട്ട് നടക്കുന്ന ആൾക്കാർ. ഈ കണ്ട പിന്നെ വാക്ക് തർക്കത്തിനും അല്ലെങ്കിൽ പിന്നെ തർക്കങ്ങൾക്കും ഉപതർക്കങ്ങൾക്കും ഒക്കെ നിൽക്കാതെ അല്ലെങ്കിൽ അനന്തരം ജാഹിലുകളുമായി സംസാരിച്ചാൽ അവരോട് ഇങ്ങനെ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ അസ്സലാമു അത് തിരിയ ആ ഒരു അടയാളം നമ്മളിങ്ങനെ നോക്കിയാൽ കാണാവുന്ന ചുരുക്കം ചിലരിൽപ്പെട്ടവരാണ് നമ്മുടെ ശ്രമിക്കുന്നത്. അതാണ് ബഷീറുകളിൽ പറഞ്ഞ ഇബാദുർ റഹ്മാൻ അടയാളത്തിന് ഒരു അടയാളം നമുക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഞാൻ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ രാവിലെ സുബീസ്കാരം കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാനൊന്നും പോകില്ല. ഞാൻ വീട്ടിൽ കണ്ടായിരിക്കും. അതല്ലാതെ മറ്റു കല്യാണ ചടങ്ങുകളിലും മറ്റു ചടങ്ങുകളിലൊക്കെ ധാരാളം ബന്ധപ്പെടാറും തമാശ പറയാറും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പരിസരം പാലക്കാടത്തെ പള്ളി, മദ്രസ, ഈ പരിസരങ്ങളിലല്ലാതെ അദ്ദേഹത്തിനാണ് അറിയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത് 5 പതിറ്റാണ്ട് കാലം ഒരു തർക്കത്തിനും അഭിപ്രായ വ്യത്യാസത്തിനും വഴിയില്ലാതെ ഒരു മഹല്ലത്തിനെ, മദ്രസയെ, പള്ളിയെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹം ഇവിടുന്ന് പിരിഞ്ഞു പോയ ശേഷം വീണ്ടും ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ പള്ളിയുടെ പിന്നെ ഇമാമത്തിനെടുക്കാൻ ഏൽപ്പിക്കുക, ഇതിൽ പരമ്പര ഭാഗ്യം ഒരു മനുഷ്യന് കിട്ടാനുണ്ടാവില്ല. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ സംഭരണം സാധാരണ കുറ്റം പറയില്ല. കാരണം കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ പിന്നെ അങ്ങോട്ട് പോകും. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പിന്നെ സൈഡ് ഏർപ്പാടുണ്ടാവും, മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനൊക്കെ ഉണ്ടാവും. പറഞ്ഞ കാര്യമില്ല, കാരണം പഴയ കാലമില്ല, അവർക്ക് ചെലവിൻ്റെ പ്രശ്നം ഒരുപാട് പഴയ കാലത്ത് ഒരുപാട് കാലം മാറിയത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. അവരുടെ മതിലുകളും അവരുടെ പിന്നെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമുക്കതിലേക്ക് ഒരു പാടുണ്ട്. പ്രശ്നം ഓരോ മനുഷ്യരും വിധത്തിലുള്ള ഓരോ മനുഷ്യരും ഓരോ പാട് പുസ്തകമാണ്. എൻ്റെ പുസ്തകം മദ്രസയ്ക്ക് വായിക്കുന്ന സ്കൂളിൽ വായിക്കുന്നത് മാത്രമല്ല പുസ്തകങ്ങളാണ്.
ഇവരുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മനുഷ്യനെ സ്നേഹത്തോടുകൂടി പെരുമാറണം, എങ്ങനെ മനുഷ്യരുടെ മനസ്സിൽ ഇടം നേടണം എന്നുള്ള ഒരു പാഠപുസ്തകമാണ് നമ്മുടെ ഉസ്താദിലേക്ക് ചെയ്യുക. അതിനെപ്പറ്റി നല്ല വശങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം കുറച്ചുകൂടി സ്ഫുടം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത്തരം കൂടിച്ചേരലിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. നമുക്ക് നമ്മെ സ്വയം മാറ്റാൻ, നമ്മെ സ്വയം പരിവർത്തിപ്പിക്കാൻ അതിനൊതുങ്ങുന്ന രീതിയിലാകണം ഇത്തരം ഈ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ഉണ്ടാകേണ്ട ഒരു പ്രതിഫലനം. അതാണ് അങ്ങനെ ആ ജീവിതത്തിൽ നമ്മുടെ ജീവിതം അതിപ്രകാരം മാറ്റിക്കൊണ്ട് പ്രായോഗികമായി ഇങ്ങനെ മാറ്റാൻ നമുക്ക് കഴിയുമെങ്കിൽ മാത്രമാണ് ഇതിനൊക്കെ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ മഹാനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അതിനാകട്ടെ ഇത്തരം കൂടിച്ചേരലുകളെന്ന് ആശിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് മാഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിനും എല്ലാ അല്ലാഹുവിൻ്റെ തണലിൽ മനുഷ്യൻ്റെ തണല് കിട്ടുമാറും അതേപോലെ തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ആസ്വദിക്കാനുമുള്ള സൗകര്യം അല്ലെങ്കിൽ ആ ഒരു അല്ലാഹുവിൻ്റെ തണലിലേക്ക് എത്തുവാനുള്ള ഒരു സൗഭാഗ്യം നമുക്കൊക്കെ പ്രസവം നൽകുമാറാകട്ടെ. ഇത്തരം കൂടിച്ചേരലുകളുടെ പ്രാധാന്യം കൊണ്ട് നന്മകളിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകും. അത്തരം പരീക്ഷണങ്ങളെ തൊട്ടൊക്കെ നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ തൊട്ടൊക്കെ കാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധവാക്യം ഉച്ചരിച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് സാഹിത്യമാണ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട തങ്ങളവർ, കഹ്താനി ഉസ്താദ്, വേദിയിലുള്ള കാരണവന്മാര്, നമ്മുടെ നാട്ടിലെ സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സദർ ഉസ്താദിന് വേണ്ടി ഒരുമിച്ചുകൂടി അദ്ദേഹത്തെ ഓർക്കുന്ന നിമിഷങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പാരായണം ചെയ്യുന്ന ഖുർആനുകളും അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് അമലുകളും ചെയ്യുന്ന നല്ല സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് ഖബറിൽ ഇതൊക്കെ വെളിച്ചമായി അല്ലാഹു നൽകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഞാനിവിടെ അദ്ദേഹത്തോടു കൂടെ സേവനം ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ സംസാരത്തിൽ നിന്നും, അതുപോലെ വീരാൻകുട്ടി ഉസ്താദിന്റെ മകളുടെ കല്യാണത്തിന് പോയപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാൻ അവസരമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ വിനയം കനിഞ്ഞേകിയ ഒരു ആലിമിന്റെ എല്ലാ മഹത്വങ്ങളും ഉള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് തികഞ്ഞ പലരോടും സദർ ഉസ്താദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബീരാൻകുട്ടി ഉസ്താദിനോട് കൂടുതൽ ബന്ധമുള്ള ബീരാൻകുട്ടി ഉസ്താദിനോട് ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സദർ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വാചാലനാകാനും ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ. ഇപ്പൊ ഈ ഒരുമിച്ച് കൂടിയ ഈ ആളുകൾ, അതിനുള്ള കാരണം ഉസ്താദിനോടുള്ള സ്നേഹം, ഉസ്താദിന്റെ പെരുമാറ്റം, ഉസ്താദിന്റെ സ്വഭാവം, ഉസ്താദ് ഇവിടെ ഉണ്ടാക്കിയെടുത്ത സംസ്കാരം, ഉസ്താദ് ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ ഈ സദസ്സിനെ, ഈ സദസ്സ് നൽകട്ടെ. പ്രത്യേകമായി നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. അദ്ദേഹം ഈ മദ്രസയിൽ 50 വർഷത്തോളം സേവനം ചെയ്തപ്പോ ഓരോ ദിവസവും കുട്ടികൾ ഓതിയ ഫാത്തിഹ,
അദ്ദേഹം ഉസ്താദ് പഠിപ്പിച്ച അലിഫ് മുതലുള്ള പാഠഭാഗങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിന് ഖബറിൽ മുതൽക്കൂട്ടായിരുന്നു. അതിനു പുറമെ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഏത് സമയത്തും ഓർക്കുന്ന സമയത്തെല്ലാം ഒരു ഫാത്തിഹ ഓതി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്ത് അദ്ദേഹത്തിന്റെ ഖബറിൽ വെളിച്ചമാകാനും അദ്ദേഹത്തോടു കൂടെ സ്വർഗത്തിൽ പോകാനും വേണ്ടി ദുആ ചെയ്യാം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് 50 വർഷക്കാലം അദ്ദേഹം ഇവിടെ ജീവിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു മാതൃകയാകുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഓരോ ഉപദേശങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകും, ഓരോരുത്തരോട് പ്രത്യേകം പറഞ്ഞതുണ്ടാകും, അതുപോലെ കൂട്ടമായിരിക്കുമ്പോൾ പറഞ്ഞതുണ്ടാകും. അങ്ങനെയുള്ള ഉപദേശങ്ങൾ ഓർത്തെടുത്ത് അതിനെ ശിരസാവഹിച്ച് നല്ല ജീവിതത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് രണ്ടാമതായി നിങ്ങളോട് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോടു കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂടി, അതുപോലെ വെള്ളിയാഴ്ച അദ്ദേഹത്തിന് വേണ്ടി തഹ്ലീൽ ചൊല്ലി, ദിക്ർ ചൊല്ലി, ദുആ ചെയ്തു, അതുപോലെ അദ്ദേഹത്തിന് 3-ന്റെ പരിപാടിക്ക് പലരും പോയി പങ്കെടുത്തു. അതുപോലെ പലരും പല പരിപാടികൾ നടത്തുന്നുണ്ട്, പല ഖത്മുകൾ ഓതുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, ഒക്കെ അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ വല്ലാത്ത ഭാഗ്യമാണ്. ഭൂമിയിൽ അടയാളപ്പെടുത്തി പോകുന്ന, അവനിവിടെ ജീവിച്ചു എന്ന് അടയാളപ്പെടുത്തി പോകുന്ന മനുഷ്യരിൽ ചിലർ മാത്രമാണ്. അദ്ദേഹം അതിൽപ്പെട്ട ഒരാളായി നമ്മുടെ മുന്നിൽ കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി സ്വർഗത്തിൽ താമസിക്കാൻ അദ്ദേഹത്തിന് നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ യോഗ്യരായ ഉസ്താദുമാരും ഉമറാക്കളും അദ്ദേഹത്തെ പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മാനന്ദില് 10-20 വർഷത്തിന് മേലെ സേവനം ചെയ്ത നമ്മുടെ കാക്കാനി ഉസ്താദ്, നമ്മുടെ സദർ ഉസ്താദുമായി വളരെ വളരെ അടുത്ത ബന്ധമുള്ള ആ ഉസ്താദാണ്. ഞാൻ ഉസ്താദിനോട് ഈ പരിപാടിയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന്, അന്ന് തിരുക്കരിപ്പൂരായിരുന്നു ഉസ്താദ് ഉണ്ടായിരുന്നത്, അവിടുന്ന് വന്നതാണെന്ന് തോന്നുന്നത്. എന്തായാലും തീർച്ചയായിട്ടും വരാമെന്ന് വാക്ക് തന്ന ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അനുസ്മരണ പ്രഭാഷണം നടത്താനായി ഉസ്താദിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله أشرف المرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا كونوا مع الصادقين. صدق الله العلي العظيم. ذكر الأنبياء عبادة وذكر الصالحين كفارة. شفيعنا رسول الله صلى الله عليه وسلم. وخالد الصلحاء نلت الصلاح بهم لأنهم في وجوه الأرض أطماع. ماء الكنيس إلى ما سال مختلطا بماء نهر فزالت منه أقدار. علموا يا سيدنا محمد حبيبا إلهي سليم أيدي الناس محل പള്ളി മദ്രസ കമ്മിറ്റി കാരണവന്മാരെ, ഭാരവാഹികളെ, പൊതുപ്രവർത്തകരെ, പ്രിയപ്പെട്ട എൻ്റെ യുവാക്കളെ, സ്നേഹിതരെ, പ്രിയപ്പെട്ട ഉമ്മമന്മാരെ, ഈ സദസ്സിന്റെ ആവേശം കാണുമ്പോൾ പേരിന് ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് എന്തെങ്കിലും പറഞ്ഞു പോവുക എന്നത് ശരിയല്ല എന്ന് തോന്നുന്നു.
ആവേശഭരിതരായി ഒരു വലിയ സദസ്സ് പ്രതികൂല കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ അത് വകവെക്കാതെ തന്നെ ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. അഭിവന്ദ്യനായ സദറുസ്താദിനോടുള്ള സ്നേഹം, അവരോടുള്ള ആദരവ് ഒരിക്കൽ കൂടി പ്രകടമാക്കുവാൻ അല്ലാഹു തആല നമുക്ക് തന്ന അവസരം അത് മുതലാക്കുന്നു എന്നാണ് ഇതിന്റെ ഒരർത്ഥം. ഞാൻ അങ്ങ് വിദൂരത്തിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് നിങ്ങൾ വിളിച്ചപ്പോൾ അത് സ്വീകരിച്ച് ഇവിടെ എത്താൻ കാരണം ഒന്ന് സദറുസ്താദിനോടുള്ള ആ സ്നേഹം തന്നെ, മറ്റൊന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു 23 വർഷക്കാലം ജോലി ചെയ്ത എൻ്റെ നാട്ടുകാരെ കാണുവാൻ ഒരവസരമാണല്ലോ ഇത് എന്ന്. അപ്പൊ താഴെ ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു ഒത്തുകൂടലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആദരിക്കപ്പെടേണ്ട വ്യക്തികൾ, ആദരണീയ വ്യക്തിത്വങ്ങൾ, ബഹുമാനിക്കപ്പെടേണ്ട സ്വാലിഹീങ്ങൾ, ഇവരെ ഓർക്കുന്നത് പാപമോചനത്തിന് കാരണമാണ് എന്ന് തിരുവചനങ്ങളിലുണ്ട്. പ്രവാചകരെ ഓർക്കൽ ആരാധനാ കർമ്മങ്ങളിൽ പെട്ടതാണെങ്കിൽ സ്വാലിഹീങ്ങളെ ഓർക്കൽ പാപമോചനത്തിന് വകവെക്കും. ആ വിധത്തിൽ നമുക്കൊരു വിധേന അല്ലെങ്കിൽ മറ്റൊരു വിധേന ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വം നമ്മുടെ എല്ലാവരുടെയും ഉസ്താദ്. ആ ഉസ്താദിനെ ഓർത്തുകൊണ്ടാണല്ലോ നാം ഒരുമിച്ച് കൂടിയത്. തീർത്തും ഇത് പാപമോചനത്തിനുള്ള ഒരു വഴിയാണ്. ആ വിധത്തിൽ തന്നെ അല്ലാഹു ഇതിനെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. കുട്ടികളോടും മുതിർന്നവരോടും യുവാക്കളോടൊക്കെ അതിൻ്റെതായ ശൈലിയിൽ പെരുമാറുന്ന ഒരു ഉസ്താദാണ് നമ്മുടെ സദർ ഉസ്താദ്. തമാശ പറയേണ്ടടുത്ത് നല്ല തമാശ പറയും. ഞാൻ ഇവിടെ നിന്ന് മാറിയതിന്റെ ശേഷം സദർ ഉസ്താദിന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു സ്വീകരണം വെച്ചിരുന്നു. അതിനോടടുപ്പിച്ച് ബുധനാഴ്ച ഞാൻ ഇവിടെ ഓഫീസിൽ വരാറുണ്ടല്ലോ, നമ്മുടെ മുന്നിൽ മുനീർ കോംപ്ലക്സ്. അപ്പൊ അതിലേക്ക് ഉസ്താദിന്റെ മാതിരി ഒരു റൂം ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കും ഇവിടെ കൂടാമായിരുന്നു. ഇവരിപ്പൊരു യാത്രയൊക്കെ തന്നാണ് ഇന്ന് പറഞ്ഞേക്കാണ്. ഒരു തമാശ, നടത്തുള്ളൊരു തമാശയാണ്. അതിലിപ്പോ ഉസ്താദ് ഇവിടെ ഇങ്ങനെ ബുധനാഴ്ച വരുന്നതുകൊണ്ട് നാട്ടുകാരൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പൊ ഞാൻ തമാശയിൽ അങ്ങോട്ടുണ്ട്, എല്ലാരും കാണാൻ കഴിയില്ല, സോഫ്റ്റ്വെയറുള്ളവരെല്ലാം എത്തി വരുള്ളൂ. അപ്പൊ തമാശ വേണ്ട സ്ഥലത്ത് തമാശയിൽ കാര്യം പറയും, ദേഷ്യപ്പെടേണ്ടടുത്ത് കുട്ടികളോടൊക്കെ ദേഷ്യപ്പെടും ചെയ്യും. ഇത് ഇമാം ഷാഫി തങ്ങൾ പഠിപ്പിച്ചതാ. ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ അത് ഗുൽമാണ്, അക്രമമാണ്. അപ്പൊ എല്ലായിടത്തും ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന് സത്യത്തിലൂടെ നീങ്ങുന്ന ഒരാൾക്ക് സത്യത്തിന് എതിര് കാണുമ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും. അരുതായ്മകൾ കാണുമ്പോൾ അവന്റെ കൈ കൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ തടയണം, വാക്കുകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ തടയണം. ഇതിനൊന്നും കഴിയില്ലെങ്കിൽ മാനസികമായി അവനോട് വെറുപ്പ് വേണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അപ്പൊ ചില സമയങ്ങളിൽ നല്ല മനുഷ്യർക്ക് ദേഷ്യപ്പെടേണ്ടി വരും. ആ വിധത്തിൽ സദർ ഉസ്താദ് പലപ്പോഴും പലരോടും ദേഷ്യപ്പെട്ടിരിക്കാം. അത് നമ്മോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ദീനിന് വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും പുഞ്ചിരിച്ചിരിക്കാം, അതും ദീനിന്റെ പുഞ്ചിരിയാണ്. ബശാശത്തുൽ വജ്ഹി മിനൽ ഈമാൻ, മുഖത്തുള്ള ഈമാനിക പ്രസന്നത, പുഞ്ചിരിയോടുകൂടെയുള്ള വചനം മിനൽ ഈമാൻ, അത് ഈമാനിന്റെ ഭാഗമാണ്. ആ വിധത്തിൽ ചിരിച്ചും കളിച്ചും ദേഷ്യപ്പെട്ടും ഉപദേശങ്ങൾ നൽകിയും നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ച് ഒരു പുരുഷായുസ് മുഴുവൻ ഈ മഹല്ലത്തിന് വേണ്ടി ചെലവഴിച്ച് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു പോയ ഒരു മഹാനരാണ് നാം അനുസ്മരിക്കുന്ന സദർ ഉസ്താദ്. മരണത്തിൽ നമുക്ക് വിഷമങ്ങളുണ്ട്, മരണത്തിൽ നമുക്ക് സങ്കടങ്ങളുണ്ട്. പക്ഷേ കൂടാതെ കഴിയില്ലല്ലോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ
പുന്നാര നബിയുടെ കബറിടത്തിൽ വന്ന് ആ കബറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് പറയുന്നത് സുബ്ബത്ത് അലയ്യ മസ്വായിബുൽ ലഹു അന്നഹാ സുബ്ബത്ത് അലൽ അയ്യാമി സുർന ലയാലിയാ. എന്റെ പ്രിയപ്പെട്ട പിതാവാണ്, എന്റെ ജീവനാടിയാണ് നഷ്ടപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട പിതാവ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഈ ഫാത്തിമാക്ക് വന്ന വിഷമങ്ങളുണ്ടല്ലോ, ആ വിഷമങ്ങളെയെങ്ങാനും പകലുകളുടെ മേലിൽ ചൊരിക്കപ്പെട്ടാൽ സുബ്ബത്ത് അലൽ അയ്യാമി സുർന ലയാലിയാ, ആ പകലുകൾ ആ വിഷമത്തിന്റെ ഊക്കുകൊണ്ട് രാത്രികളായി മാറുമെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പകലുകൾ രാത്രിയായി പോകുന്ന വിധത്തിലുള്ള വിഷമങ്ങൾ തന്റെ പിതാവ് വേർപെട്ടപ്പോൾ ഫാത്തിമ ബീവിക്കുണ്ടായി എന്നാണ് നാം പറഞ്ഞത്. എല്ലാവർക്കും ഇത് ഉണ്ടാകും. അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ. ജനിക്കുമ്പോൾ ഒരു മരണവും, ആ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണമെന്ന് ഉന്നാര നബി തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണം ഒരു നാൾ നമ്മയും പിടികൂടും. ആ മരണത്തെ ഓർത്തുകൊണ്ടായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ഉണ്ടാവേണ്ടത്. എല്ലാ രസങ്ങളും നഷ്ടപ്പെടുന്ന ആ മരണം നിങ്ങൾക്കറിയുമോ? മരണം റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ അരികെ വരും, അല്ലേ? അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ചില സ്വാലിഹ്യങ്ങളായ മനുഷ്യരുണ്ട്. അവർ അസ്റായീൽ അലൈഹിസ്സലാമിനോട് തർക്കിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ആരാ എന്റെ റൂഹ് പിടിക്കാൻ? എന്നെ അല്ലാഹു തആല പടച്ച് റൂഹാകുന്ന എന്നെ ഈ ശരീരത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ആരാണ് നിങ്ങൾ എന്റെ റൂഹ് പിടിക്കാൻ? അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടോ നിങ്ങൾക്ക്? അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, ഉമിർതു ബിദാലി, എന്നോട് കൽപ്പനയുണ്ട്, എങ്കിൽ എനിക്ക് തെളിവ് കാണിച്ചു തരണം. അസ്റായീൽ അലൈഹിസ്സലാം വിഷമിക്കുകയാണ്, കുടുങ്ങിപ്പോവുകയാണ് ഈ മനുഷ്യന്റെ മുന്നിൽ. എന്നെ പടച്ച് റൂഹിനെ ഈ മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു നിക്ഷേപിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ അറിയില്ലല്ലോ, പിന്നെ അല്ലാഹു ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് എന്റെ അടുക്കൽ എങ്ങനെ വരും? തെളിവില്ലാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം മടങ്ങിപ്പോകും. അല്ലാഹുവിന്റെ അരികിലെത്തി എത്തുമ്പോൾ അല്ലാഹുകാരെ ചോദിക്കും, നിങ്ങൾ റൂഹ് പിടിച്ചില്ലേ? അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, തമ്പുരാനെ, ഖാലിഖായ റബ്ബേ, ആ മനുഷ്യൻ വിസമ്മതിക്കുകയാണ്. ആ മനുഷ്യന്റെ വാചാലതയ്ക്ക് മുന്നിൽ ഞാൻ കുടുങ്ങിപ്പോയി. ആ മനുഷ്യനെ പടച്ച് റൂഹിനെ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിക്ഷേപിക്കുമ്പോൾ എന്നെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്റെ റൂഹ് പിടിക്കുക? അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തെളിവ് കാണിച്ചു തരണം. ആ സമയത്ത് അല്ലാഹു തആല പറയുന്നു, സ്വദഖ റൂഹു അബ്ദി, സ്വദഖ റൂഹു അബ്ദി, എന്റെ അടിമയുടെ റൂഹ് പറഞ്ഞത് സത്യമാണ്, വാസ്തവമാണ് ആ റൂഹ് പറഞ്ഞത്. ആയതിനാൽ ജിബ്രീൽ, നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ട് ഒരു തുഫാഹിനെ പിടിക്കണം. സ്വർഗത്തിൽ പോയിട്ട് നിങ്ങൾ ഒരു ആപ്പിൾ പിടിക്കൂ. ആ ആപ്പിളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സ്വർഗത്തിലെ പഴം കാണുമ്പോൾ എന്റെ നാമത്തെ ഉല്ലേഖനം ചെയ്യപ്പെട്ട, എന്നെ ഓർക്കുന്ന ആ ദിക്റിൽ എഴുതപ്പെട്ട ആപ്പിളിനെ കാണുമ്പോൾ അദ്ദേഹം സമ്മതിക്കും. ആ ആപ്പിളുമായി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ആ മനുഷ്യന്റെ അരികിൽ ചെന്നു. നിങ്ങളുടെ റൂഹ് പിടിക്കാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാ, ഇത് കണ്ടോ, ഇത് അല്ലാഹു തആല നന്നയിച്ചതാണ്. ആ മനുഷ്യൻ സന്തോഷിച്ചു. സ്വർഗീയ ആപ്പിൾ ഭക്ഷിച്ച അനുഭൂതിയോടുകൂടെ, സ്വർഗീയ പഴം ഭക്ഷിച്ച അനുഭൂതിയോടുകൂടെ അതിന്റെ രസം എന്താ? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളി പഴം തിന്നാനും. സ്വർഗീയ പഴങ്ങളെ സംബന്ധിച്ച് മഹാനായ തഴവ പറഞ്ഞത്, എന്തെല്ലാം പലഹാരങ്ങൾ, എന്തെല്ലാം വിഭവങ്ങൾ, എന്തെല്ലാം പഴവർഗ്ഗങ്ങൾ, അതിന്റെ ടേസ്റ്റ് പറയാൻ കഴിയില്ല. ആ സ്വർഗീയ ആപ്പിളിന്റെ ടേസ്റ്റോടുകൂടെ
ഉന്മേഷവാനായിട്ട് അള്ളാഹുവിന്റെ പേരിനെ ഓർത്തുകൊണ്ട് ഈ ഭൂമിയോട് വിട പറയുന്നു. അസ്രായീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കുന്നു. ഞാൻ പറഞ്ഞത് ദിക്റിലായി ഒഴുകുമ്പോൾ, ആരാധനയിലായി ഒഴുകുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാമിനെ എല്ലാവരും പേടിക്കുന്ന അസ്രായീലിനോട് പോലും തർക്കിക്കാൻ സ്വാലിഹീങ്ങളായ മനുഷ്യർക്ക് കഴിയും. ദിക്ർ ചൊല്ലുന്ന മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ ചൊല്ലുമ്പോൾ അവന്റെ നാക്കിൽ നിന്ന്, അവന്റെ വായയിൽ നിന്ന് അവൻ ചൊല്ലിയ ദിക്റുകൾ പുറത്തേക്ക് വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ തന്റെ ദുററിൽ ഇത് വിവരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചൊല്ലിയ ദിക്റുകൾ പുറത്തേക്ക് വന്നുകൊണ്ട് അസ്രായീലിനോട് ചോദിക്കുന്നു, ഈ വായയിലൂടെ റൂഹ് പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ മനുഷ്യൻ ജീവിതകാലത്ത് ചൊല്ലിയ ദിക്റുകളാണ് ഞാൻ, ഈ ദിക്റുകളൊക്കെ ഈ മനുഷ്യൻ റൂഹ് പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അസ്രായീൽ അലൈഹിസ്സലാം ആ മനുഷ്യന്റെ കൈകളിലൂടെ റൂഹ് പിടിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് പരിശുദ്ധ ദീനിന് വേണ്ടി സംഭാവനകൾ ചെയ്ത സ്വതക്കയും അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത സ്വതക്കയും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാരെ, വലിയ പള്ളി നാം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണല്ലോ ഇത്. നാം ചെയ്ത സദഖകളും പള്ളിക്കും മദ്രസക്കും വേണ്ടി ചെയ്തതും സാധു സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിച്ചതും ഉസ്താദുമാർക്കും ഇൽമിന്റെ വാഹകർക്കും ചെലവഴിച്ചതുമായ സദഖകൾ പുറത്തേക്ക് വന്നുകൊണ്ട് പറയുന്നു, ഒരിക്കലും കയ്യിലൂടെ റൂഹ് പിടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ മനുഷ്യന്റെ ജീവിതകാലത്ത് ചെയ്ത, ആരോഗ്യകാലത്ത് ചെയ്ത, സമ്പന്നനായ കാലത്ത് ഐശ്വര്യ സമയത്ത് ചെയ്ത സദഖകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അസ്രായീലിനോട് തർക്കിക്കും. കാലിന്റെ ഭാഗത്തിലൂടെ ചെല്ലും. പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നുപോയതും വയലിന്റെ സദസ്സിലേക്ക് വന്നതും ഇതുപോലെയുള്ള സ്വാലിഹീങ്ങളുടെ അനുസ്മരണ സദസ്സിലേക്ക് ഉസ്താദുമാരെ ആദരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് വന്നതും ആ നടത്തങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ട് പറയുന്നു, കാലിലൂടെ റൂഹ് പിടിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ജീവിതകാലത്ത് നന്മകൾ ചെയ്തുകൊണ്ട്, സുഗന്ധങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ അസ്രായീലിനോട് പോലും തർക്കിക്കാൻ കഴിവുറ്റവനാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണത്തെ നാം എപ്പോഴും ഓർക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മയും മരണം പിടികൂടുമെന്ന് ഓർക്കണം. പുന്നാര നിബിധങ്ങൾ തന്നെ പറഞ്ഞു, ഇന്നലിൽ മൗത്തിന സകറാത്ത്, മരണത്തിന് ശക്തമായ വേദനയുണ്ട്. ആ ശക്തമായ വേദനയിൽ നിന്ന് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട സന്തോഷം കൊണ്ടും സ്വർഗീയ കനികൾ കണ്ട സന്തോഷം കൊണ്ടും വേദനയില്ലാതെ അള്ളാഹുവിലേക്ക് പോകാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഭിവന്ദനായ താഴെക്കോട് കുഞ്ഞാലി മുസ്ലിയാർ ഹാഫ് കൈയുള്ള ഷർട്ട് ഇട്ടു, ഒരു ബനിയൻ പോലത്തെ ഷർട്ട്. പട്ടിക്കാട് കോളേജിലെ സദർമുദ്ദീസ തുടക്കത്തില്, ഇപ്പോഴത്തെ നമ്മുടെ സമസ്തയുടെ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദിന്റെ ഗുരുവര്യരാണ് താഴെക്കോട് കുഞ്ഞാലി മുസ്ലിയാർ. ഇന്ത്യത്തെ ഉസ്താദുമാരുടെ ഗുരുവര്യരാണ്. മഹാനര് മരിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ അവസാന നിമിഷം പുഞ്ചിരിച്ചുകൊണ്ട് എന്തൊക്കെയെ പറിച്ചിങ്ങനെ എടുക്കുന്നു, പറിച്ചിങ്ങനെ എടുക്കുക. മക്കൾ അത് കുറെ നല്ല സുന്ദരന്മാരായ കുട്ടപ്പന്മാര് വന്ന് കനികൾ നൽകുന്നു. ഞാനത് കുറച്ചെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാഹിയുടെ ഭാഗത്തിലൂടെ വരുമ്പോൾ, ഒരു സ്വാലിഹായ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ സമ്മതിക്കില്ല. എന്നെ പടച്ച് റൂഹിനെ ഈ ശരീരത്തിൽ ഏൽപ്പിച്ചപ്പോൾ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, തെളിവ് വേണമെന്ന് പറയുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം അള്ളാഹുലേക്ക് പോകുകയും അള്ളാഹുവിന്റെ സമ്മതപ്രകാരം സ്വർഗത്തിൽ നിന്ന് ആപ്പിളുമായി വരികയും ചെയ്തുവെങ്കിൽ സ്വാലിഹീങ്ങളുടെ മരണത്തിൽ ഇതുപോലെയുള്ള ആപ്പിളുകൾ കാണാൻ കഴിയും, സ്വർഗീയ പുഷ്പങ്ങൾ കാണാൻ കഴിയും. അങ്ങനെയൊക്കെയാണെങ്കിലും മരണം കഴിഞ്ഞ് ഖബറിൽ വെക്കപ്പെട്ടാൽ എന്താണ് ഖബറിന്റെ അദാബ്? ഇൻതൻജു ഫഇൻതൻജു മിൻഹാ തൻജു മിൻ ദീ അദീമത്തിൻ വഇല്ലാ ഫഇന്നീ ലാ ഇഹാലുക നാജിയാ. ഖബറിൽ രക്ഷപ്പെട്ടാൽ പിന്നെ അവിടെ നമ്മൾക്കൊക്കെ രക്ഷയില്ലേ? ഖബറിൽ പരാജയപ്പെട്ടോ വഇന്നീ ലാ ഇഹാലുക നാജിയാ, പിന്നെ നീ രക്ഷപ്പെടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയും
ഖബർ കണ്ടാൽ കരയുകയും ചെയ്തിരുന്നു എന്ന ഹദീസുകളിലുണ്ട്. ഈ ബെയ്ത്തും ഹദീസിലുള്ള ബെയ്ത്താണ്. ബെയ്ത്താണെങ്കിലും ഹദീസിന്റെ പവറുള്ള ബെയ്ത്ത്, സ്വഹീഹായ ഹദീസിന്റെ കിതാബുകളിലുള്ള ബെയ്ത്ത്. മഹാനായ ഉസ്മാൻ അഫ്ഫാൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ മരണത്തിന്റെ ശേഷമുള്ള അവസ്ഥ നമ്മളൊക്കെ മുൻകർ നക്കീർ അലൈഹിമാ മിനല്ലാഹി സലാം ഭയാനകരമായ രൂപത്തിൽ വന്ന് ചോദ്യം ചെയ്യുമെന്ന് പഠിച്ചവനാ. ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ദണ്ഡ് കൊണ്ട് ഭൂമിയിൽ അടിക്കും. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ആ ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ടെങ്കിൽ ഒന്ന് ഭൂമി ലോകത്തുള്ള വലിയ മലകളിൽ അടിച്ചാൽ ഭൂമിയും മലകളും പൊടിപൊടിയായി മാറിപ്പറക്കും. ഒരൊറ്റ അടി ഭൂമിയിലെത്തിയാൽ അങ്ങനത്തെ ദണ്ഡ് കൊണ്ടാണ് കബറിൽ വെച്ച് അടിക്കുക. ഇത് നാം പഠിച്ചവരാ. മലക്കാനി അസ്വദാനി അസ്റഖാനി ശഅറുഹുമാ യസ്ഹബു റിജ്ലാനി. കറുത്തിരുണ്ട മുടി ചടക്കുത്തിയ മുടി നിലത്തിലൂടെ വലിക്കുന്ന പേടിപ്പെടുത്തുന്ന രണ്ട് മലക്കുകൾ. എന്നാൽ ആ മലക്കുകൾക്ക് മുമ്പ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഈ മലക്കുകൾ ഖബറിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ഒരു മനുഷ്യനെ ഖബറിൽ വെച്ചാൽ മറ്റൊരു മലക്ക് വരുന്നു. സൂര്യനെ പോലെ മുഖം കത്തിത്തിളങ്ങുന്നു. സൂര്യനെ പോലെ കത്തി പ്രകാശിക്കുന്ന ഒരു മലക്ക്, ആ മലക്ക് ഖബറിൽ വരും. എന്നിട്ട് ഈ മയ്യത്തിന്റെ അരികിൽ ഇരുന്നിട്ട് പറയും, ഉക്തുബ് ഉക്തുബ് മിൻ അമലിക്, നിന്റെ അമലുകളിൽ നിന്ന് നീ ചെയ്ത ഹസനാത്തുകളും നിന്റെ അമലുകളിൽ നിന്ന് നീ ചെയ്ത സയ്യാത്തുകളും എഴുതൂ. ഈ സാധുവായ മനുഷ്യൻ ചോദിക്കും, ഞാൻ എന്തുകൊണ്ട് എഴുതും? അയിന ഖലമി വഅയിന മിദാദി, എന്റെ പേന എവിടെ, എനിക്ക് മഷി എവിടെ? നിങ്ങൾ എഴുതാൻ പറയുന്നു. ആ മലക്ക് പറയുന്നു, ഇസ്ബഉക കലമുക, നിന്റെ പേന നിന്റെ കൈവിരലാണ്. വരീഖുക മിദാദുക, നിന്റെ തുപ്പുനീര് നിനക്കുള്ള മഷിയാണ്. കൈവിരൽ പേനയാക്കി തുപ്പുനീര് മഷിയാക്കി എഴുതണോ എന്ന് ഒരു മലക്ക് പറയുന്നു. വൈന സ്വഹീഫത്തി, എഴുതാനുള്ള പേപ്പർ എവിടെ? ആ സമയത്ത് ഈ മലക്ക് കഫം കുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് കൊടുക്കുന്നു. ഇതാണ് നിനക്കുള്ള ഏട്, എഴുതാൻ പറയുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തആല പരിചയപ്പെടുത്തുന്നു, യുസമ്മ റൗമാൻ, റൗമാൻ എന്നാണ് ആ മലക്കിന്റെ പേര്. മുൻകർ നക്കീർ അലൈഹിമാ മിനല്ലാഹി സലാമിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പ് തന്നെ വെളിപ്പെടുത്തുന്ന രീതിയിൽ എഴുതടോ എന്ന് പറഞ്ഞു വരുന്ന റൗമാൻ എന്ന മലക്കുണ്ട്. കഫം കുടയിൽ നിന്ന് കഷ്ണം മുറിച്ച് ആ മനുഷ്യന് കൊടുത്ത് കൈവിരൽ പേനയാക്കി തുപ്പുനീര് കൊണ്ട് എഴുതാൻ പറയുമ്പോൾ പേടിച്ച് വിറച്ച് ആ മനുഷ്യൻ എഴുതുന്നു ഹസനാത്തുകൾ, നന്മകളൊക്കെ എഴുതി അവിടെ നിർത്തുന്നു. സയ്യിഹാത്തിന് എഴുതടോ എന്ന് പറയും. ഞാൻ ലജ്ജിക്കുന്നു, എന്റെ വേണ്ടാത്തരങ്ങളൊക്കെ നിങ്ങൾ അറിയുമല്ലോ. ഞാൻ ജീവിതകാലത്ത് കള്ളു കുടിച്ചിട്ടുണ്ട്, ജീവിതകാലത്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ആരും അറിയാതെ MDMA ഉപയോഗിച്ചിട്ടുണ്ട്, പതിവായി ഹാൻസ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഞാൻ വ്യഭിചരിച്ചവനാ, എന്റെ ഉമ്മ ഉപ്പ പോലും അറിയില്ല, എന്റെ നാട്ടുകാരറിയാതെ എന്റെ കൂട്ടുകാരോട് ഒന്നിച്ച് ഞാൻ ടൂറിലും മറ്റും പോയി വ്യഭിചരിച്ചിട്ടുണ്ട്, അയൽവാസികളോട് കൂടെ സല്ലപിച്ചിട്ടുണ്ട്, ഹറാമുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പറയാൻ ലജ്ജ തോന്നുന്നു. റൗമാൻ പറയുന്നു, എന്നോട് പറയാൻ ലജ്ജിക്കുന്നു അല്ലേ? ഖാലിഖായ റബ്ബ് കാണുമെന്ന് എനിക്ക് ലജ്ജയില്ലാതെ പോയല്ലേ? സൃഷ്ടാവായ റബ്ബ് കാണുമെന്ന പേടിയില്ലാതെയായി പോയല്ലേ? തന്റെ കയ്യിലുള്ള വടി കൊണ്ട് നടിക്കുന്നു. പേടിച്ച് വറച്ച് അന്താളിച്ചുകൊണ്ട് ആ മനുഷ്യൻ തിന്മകളെയും എഴുതുന്നു. എഴുതിക്കഴിഞ്ഞ് ആ തിന്മകളെ ഒരു കിതാബ് രൂപത്തിലായി സീല് വെച്ച് ആ മനുഷ്യന്റെ കഴുത്തിൽ കെട്ടിയിട്ട് റൗമാൻ എന്ന മലക്ക് പുറപ്പെടുന്നു. وكل إنسان ألزمناه طائرة, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, وكل إنسان ألزمناه طائرة في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. ഈ സംഭവം വിവരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, وكل إنسان ألزمناه طائره في عنقه, എല്ലാ മനുഷ്യർക്കും അവൻ ചെയ്ത നന്മകളും തിന്മകളും വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ റെക്കോർഡ് ചെയ്ത ഒരു കിതാബ്
അവന്റെ പെരടിയിൽ ഖബറിൽ വെച്ച് കെട്ടിത്തൂക്കും. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ആ കിതാബിനെ നാളെ മഹ്ശറിൽ വരുമ്പോൾ കഴുത്തിൽ തൂക്കിയിട്ട് റബ്ബ് തആലയുടെ മുന്നിലേക്ക് വരിക. അള്ളാന്റെ മുന്നിൽ വരുമ്പോൾ ഇഖ്റ കിതാബക, വായിക്കണോ കിതാബ്, വായിക്കണോ കിതാബ്. ഖറ കിതാബക യാ അബ്ദി അലാ മുഹ്ലി ഫൻദുർ ഇലൈഹി തറാ ഹൽ കാന മാ കാന. വായിക്കണോ, ദുനിയാവിൽ വെച്ച് ചെയ്തു പോയ എല്ലാ വിഷയങ്ങളും വള്ളിപ്പുള്ളിക്ക് വ്യത്യാസമില്ലാതെ റെക്കോർഡ് ചെയ്ത കിതാബ്. വായിക്കും, നന്മകൾ ആദ്യം വായിക്കും, തിന്മ വായിക്കാൻ നേരത്ത് വായിക്കില്ല. പടച്ചവനെ നീ അറിയുമല്ലോ എന്ന ലജ്ജ. എനിക്ക് നിന്നെ പേടിയാണ്. അല്ലാഹു തആല ചോദിക്കുന്നു, കോപാകുലനായി ദുനിയാവിൽ വെച്ച് ഇത് ചെയ്തപ്പോൾ ഖാലിഖായ റബ്ബ് അറിയുമെന്ന് നിനക്ക് പേടിയില്ലാതെ പോയല്ലേ? നീ വ്യഭിചരിക്കുമ്പോൾ നിന്നെ പടച്ച അല്ലാഹുണ്ട് എന്ന ബോധമില്ലാതെയായി പോയില്ലേ? ഖുദൂഹു ഫഗുല്ലു സുമ്മൽ ജഹീമ സ്വല്ലൂ. പരിശുദ്ധ ഖുർആൻ. ഖുദൂഹു, പിടിക്കൂ മലക്കുകളെ അവനെ, ഫഗുല്ലു, ചങ്ങലയിൽ ബന്ധിക്കൂ, സുമ്മൽ ജഹീമ സ്വല്ലൂ, പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയൂ. അത്തരക്കാരിൽ പെടാതെ റബ്ബ് തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഞാനിത് പറയുന്നത് മരണത്തെ സർവ്വസമയത്തും ഓർക്കണം. സ്വാലിഹീങ്ങളായാലും നമ്മുടെ നേതാക്കളായാലും പ്രിയപ്പെട്ടവരായാലും ഉപ്പമാരടക്കം എല്ലാവരും ഒരു നാൾ അള്ളാഹുവിലേക്ക് പോകും. പക്ഷേ നല്ലവരോട് ഓരം ചേർന്നുകൊണ്ട് ജീവിക്കണം, എന്നാൽ നമുക്ക് രക്ഷയുണ്ട്. ആ വിധത്തിൽ നല്ലവർ എന്ന നിലക്കാണ് ഉസ്താദുമാരെ നാം സ്നേഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സദർ ഉസ്താദ് നമ്മളിൽ നല്ലവരായിരുന്നു, നമ്മുടെ ഉപദേഷ്ടാവായിരുന്നു, ചിലർക്ക് ഉപ്പയായിരുന്നു, ചിലർക്ക് ജ്യേഷ്ഠനായിരുന്നു, മറ്റു ചിലർക്ക് എല്ലാം ആയിരുന്നു. ഈ വിധത്തിലാണ് ജീവിച്ചത്. സദർ ഉസ്താദിനെ അറിയുന്ന കാരണവന്മാർ പലരും, എന്നെ അറിയുന്ന ഒരുപാട് കാരണവന്മാരെ പോലെ ഞാനിവിടെ വന്നപ്പോഴുള്ള കാരണന്മാര് കൂടുതൽ ആളുകളില്ല. മമ്മൂട്ടിയാക്കുണ്ട്, അംസാക്ക മലയാളി അംസാക്ക. അതേസമയം KV, നമ്മുടെ മുൻ സെക്രട്ടറി KV, ബഹുമാനപ്പെട്ട ബാപ്പുവാജി, ബഹുമാനപ്പെട്ട എന്നെ മൊയ്യാക്ക, ഓർപ്പുണ്ടി വേണുത്യാക്ക പോലെയുള്ള ഒരുപാട് കാരണവന്മാരൊക്കെ മണ്ണിന്റെ അടിയിൽ പോയി. പക്ഷേ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് എന്നെ അറിയും. ഈ അടുത്ത് ഇവിടെ ഉള്ളത് കൊണ്ട് ചെറുപ്പക്കാരും എന്നെ അറിയും. അല്ലാഹു തആല ഈ ബന്ധം നിലനിർത്തി തരുമാറാവട്ടെ. സദർ ഉസ്താദ് നമ്മളിൽ നിന്ന് ജീവിച്ച് നമുക്ക് എല്ലാമായി ജീവിച്ചു പോയി. അവരോട് ഓരം പറ്റി നിൽക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും സ്വാലിഹീങ്ങളെ ഓർക്കൽ പാപമോചനത്തിന് കാരണമാണ്. മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിക്കുന്നു, നല്ല ആളുകളോട് ഓരം പറ്റി ജീവിക്കണം, അവരോട് സ്നേഹത്തോടെ സംവദിക്കണം, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കണം, അവരോട് ചേർന്ന് ജീവിക്കണം, സ്വാലിഹീങ്ങളോട് ചേർന്ന് ജീവിക്കണം. എന്നാൽ അവര് ഭൂമിയിലെ ചന്ദ്രനുകളാണ്, കമറുകളാണ്. ഇൽമു നൽകപ്പെട്ട ഉസ്താദുമാർ, ഇൽമു നൽകപ്പെട്ട പണ്ഡിതന്മാർ, നമ്മുടെ നാടിനെ നയിച്ചവർ, നമ്മുടെ മക്കൾക്ക് ഇൽമു പകർന്നവർ, നമുക്ക് അരിഫാക്ഷേപി പദം നൽകിയ ഉസ്താദുമാർ, പള്ളിയിലെ ഉസ്താദുമാർ, ഇവരൊക്കെ അവര് ഭൂമിയിലെ ഖബറുകളാണ്. അവരോട് ഓരം പറ്റി ജീവിച്ചോ. എന്നിട്ട് മഹാനർ റസാനത്ത് എന്ന കിതാബിലുള്ളതായി ഈ വ്യക്തി മഹാനൊരു കാര്യം പറഞ്ഞാൽ ഉടനെ അതിനൊരു ഉദാഹരണം പറയും. ഈ പറഞ്ഞതിനൊരു ഉദാഹരണം പറയുന്നു. മാഉൽ കനീസി ഇദാ മാസാല മുഹ്തലിത്വാ ഫസാല അൻഹുല്ലദി. ഒരു കനീസ്, ഓടയിലെ വെള്ളം, മാഉൽ കനീസി ഇദാ, കനീസിലെ വെള്ളം, ഓടയിലെ വെള്ളം, അടുക്കുചാലിലെ വെള്ളം, ആ വെള്ളം നല്ല വെള്ളത്തിനോട് കലർന്നുകൊണ്ട് ഒഴുകിയാൽ ഫസാലത്ത് മിൻഹു അഖ്ദാറു, എല്ലാ കദറുകളും എല്ലാ മാലിന്യങ്ങളും അതിൽ നിന്ന് ഒഴുകിപ്പോകും. ഓടയിലെ വെള്ളം, അഴുക്കുചാലിലെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളം ഒലിക്കുന്ന വെള്ളത്തിനോട് കൂടിക്കലർന്നാൽ ആ കലങ്ങിയ വെള്ളത്തിലെ കലർപ്പും നമ്മളെ ഈ പുഴ, ഈ തോട് വന്ന് കൂടുന്ന സ്ഥലത്ത് ചിലപ്പോൾ നോക്കിയാൽ കാണാം, ആ തോട്ടിലെ തെളിഞ്ഞ വെള്ളം പുഴയിലെ കലങ്ങിയ വെള്ളം വേറിട്ടിങ്ങനെ നിൽക്കുമല്ലോ. കലങ്ങിയ വെള്ളം, മോശപ്പെട്ട വെള്ളം തെളിഞ്ഞ വെള്ളത്തിനോട് കൂടെ ഒഴുകിയാൽ
ആ മാലിന്യങ്ങളൊക്കെ ആ മോശപ്പെട്ട വെള്ളത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി, അത് ഒഴിവായി അവസാനം നല്ല വെള്ളമായി തീരുന്നു. ഇതുപോലെ മഹാന്മാരോട് ബോധം പറ്റി ജീവിച്ചാൽ, മഹാന്മാരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവരോട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നിന്നിലുള്ള മാലിന്യങ്ങൾ പോകും. സദുസ്താദിനോടുള്ള അസാമീപ്യം മുഖേന, സദുസ്താദിനോട് കൂടെ ജീവിച്ച ബർക്കത്ത് കൊണ്ട് നമ്മളിലുള്ള കഥകൾ അല്ലാഹു തആല നീക്കി തരുമാറാവട്ടെ. ആ രീതിയിൽ വഖൂനു മഅസ്വാദിഖീൻ, നല്ലവരോട് കൂടെ നിങ്ങൾ ആവണമെന്ന് പരിശുദ്ധ ഖുർആനിലും അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിധത്തിലാണല്ലോ ഉസ്താദുമാരെ നാം സ്നേഹിക്കുന്നത്. നാം മദ്രസയിൽ വരുന്ന ഉസ്താദുമാർ ആരാവട്ടെ അവരെ ബഹുമാനിക്കുന്നുണ്ട്. പള്ളിയിൽ വരുന്ന ഉസ്താദുമാർ, കാലാകാലത്ത് ഒരു ഉസ്താദ് നമുക്കുണ്ടാവില്ലല്ലോ, പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സദർ ഉസ്താദ് ഒരുപാട് കാലം നമുക്ക് കെടാവിളക്കായി ഈ നാടിന് മാർഗദർശിയായി നിന്നു. അൽഹംദുലില്ലാഹ്, അതിൽ മുഖേന അതിന്റെ സവാബ് കൊണ്ട് അദ്ദേഹത്തിന്റെ കബറിടം അല്ലാഹു പ്രകാശ ഗോപുരമാക്കി കൊടുക്കട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നു, കബറിടം അല്ലാഹു തആല സ്വർഗീയ ഭവനമാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾ, ആലിമീങ്ങളോടുള്ള നമ്മുടെ സ്നേഹം ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടിയല്ല. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. അപ്പോ കൈപിടിച്ച് നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്കൊരാൾ വേണ്ടേ? ഈ വിധത്തിൽ ആത്മീയമായ ഒരു ഗുരുവര്യൻ നമുക്ക് ആവശ്യമാണ്. അതിനാണ് ആലിമീങ്ങളോട് നാം ഇടപഴകുന്നത്, അതിനാണ് ആലിമീങ്ങളെ നാം സ്നേഹിക്കുന്നത് എന്നല്ല. ലാ ഖൈറ ഇല്ലാ ഫി ഇസ്നൈൻ, രണ്ട് വിഭാഗത്തിലെ ഗുണങ്ങളുള്ളൂ. അത് ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. രണ്ട് വിഭാഗത്തിൽ മാത്രമേ ഗുണമുള്ളൂ, അത് ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. ഉസ്താദുമാർ, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മറ്റൊരു ഹദീസിൽ കാണാം അവരെ സഹായിക്കുന്നവർ, അവരിൽ നിന്ന് കേട്ടു പഠിക്കുന്നവർ, ഇവർക്ക് അല്ലാഹു തആല ഗുണം നൽകും. അതും ഈ ഇൽമുമായി രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ, അതിനോട് ബന്ധപ്പെട്ടവർ. അപ്പോ ഇൽമുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ രക്ഷക്കുള്ളവരാണ്. ആത്മീയമായി നമ്മെ രക്ഷപ്പെടുത്തും, ആഖിറത്തിൽ നമ്മെ രക്ഷപ്പെടുത്തും. മലക്കുകളോട്, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനോട് വരെ തർക്കിക്കാൻ അവർക്ക് കഴിയും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, നാളെ റൗമാൻ എന്ന മലക്ക് കബറിൽ വന്ന് ഉക്തുബ് എന്ന് പറയുമ്പോൾ ആരാണോടോ നിന്നെങ്ങോട്ട് പറഞ്ഞയച്ചത് ഉമർ എന്നവർ ചോദിച്ചു. ഞാൻ ഇവിടെ വന്ന വിവരം ആരിൽ എനിക്ക് അറിയിച്ചു തന്നു? ധൈര്യസമേതം റൗമാൻ എന്ന മലക്കിനോട് ചോദിക്കുന്നവരാ മഹാനായ ഉമർ എന്നവർ. അത് എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഇൽമു നേടി ആത്മീയമായി ഉയരാൻ കഴിഞ്ഞു. ഉമർ എന്നവർ ഒരു വഴിയിലൂടെ വരുമ്പോ ഇബ്ലീസ് ഉമർ എന്നവരെ കണ്ടാൽ ഇബ്ലീസ് വഴിമാറി സഞ്ചരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ വിധം ഇൽമു കൊണ്ട് ആദരിക്കപ്പെടുന്ന വ്യക്തികൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അക്കാലത്തെ ഉപ്പുണ്ടാവില്ല. ഇപ്പോഴുള്ള ഇൽമിന് ഒരു 50 കൊല്ലം കഴിഞ്ഞുണ്ടായി വരില്ല. എന്നാലും കാലത്തിനനുസരിച്ച് അവരൊക്കെ ആലിമീങ്ങൾ തന്നെയായിരിക്കും. ആ ആലിമീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, കടം കൊണ്ട് കുടുങ്ങിയവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അഭിവന്ദരായ വിട പറഞ്ഞ നമ്മുടെ ഉസ്താദുമാരുടെ ബർക്കത്ത് കൊണ്ട് അത്തരം പ്രയാസങ്ങളൊക്കെ റബ്ബ് തആല നമുക്ക് നീക്കി തരുമാറാകട്ടെ. ഞാൻ ഈ സദസ്സിൽ വന്നത് തന്നെ ഒരുപാട് ഉമ്മമാർ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സംസാരമൊക്കെ കേൾക്കാൻ കൊതിയുള്ളവർ, ഒരുപാട് കാലമായിട്ട് കൊതിയുള്ളവർ, കേട്ടുകൊണ്ടിരിക്കുന്നവരെ പലരും ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. രോഗങ്ങൾ പറഞ്ഞുകൊണ്ട് പലരും ഫോൺ ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ ഉസ്താദിന്റെ ദുആ ഞങ്ങൾക്ക് കേൾക്കാൻ പൂതിയായി എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ വാട്സപ്പിലൊന്നും വേറെ ക്ലാസ് അയക്കാറില്ല. അപ്പൊ അതുകൂടി ഉദ്ദേശിച്ച് അവർ പറയുന്നത്, എങ്കിലും അതിനൊക്കെ ഒരു അവസരം കൂടി ആയല്ലോ ഇത്. സദർ ഉസ്താദ് അതിനും ഒരു കാരണമായി. എല്ലാവരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം തന്നെ സദർ ഉസ്താദ്. ഈ പ്രശ്നത്തിനും സദർ ഉസ്താദിന്റെ പേരിൽ ഒരുമിച്ചു എന്നത് ഒരു പരിഹാരമാണല്ലോ. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ പ്രയാസങ്ങൾ തീർത്ത് തരട്ടെ. കടങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ബുധനാഴ്ചയിൽ ഇവിടെ മൂന്നീർ കോംപ്ലക്സിന്റെ മുകളിൽ ഒരുപാട് ഉപ്പമാർ പല ഭാഗത്തു നിന്ന് വരുന്നു. പഴയകാലം മുതൽക്ക് തന്നെ വ്യാഴാഴ്ച ചെർപ്പശ്ശേരിയിൽ ഞാൻ ക്യാമ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടങ്ങളിലൊക്കെ പലരും നമ്മെ പ്രതീക്ഷിച്ചു കൊണ്ടുവരുന്നവരാ. അവരുടെ പ്രതീക്ഷകൾ അല്ലാഹു പുലർത്തി കൊടുക്കട്ടെ. അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകുമാറാവട്ടെ.
ഈ സദസ്സ് തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സ്, ഒരു ആലിമിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട സദസ്സ്, ഒരു നല്ല വിചാരത്തോടു കൂടെ സംഘടിപ്പിക്കപ്പെട്ട സദസ്സ്, ഒരു ഉസ്താദിനെ ആദരിക്കുക എന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട സദസ്സ്, അതിന്റെ ഉദ്ദേശ ശുദ്ധി കൊണ്ടും ബറക്കത്ത് കൊണ്ടും സാമ്പത്തികമായ നേട്ടം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ജീവിക്കാൻ ആവശ്യമായ സമ്പാദ്യം ഹലാലായ വഴിക്ക് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. പലരിൽ നിന്നായി നമുക്ക് ലഭിക്കുവാനുള്ള കാശുകൾ പെട്ടെന്ന് നമ്മുടെ കൈകളിലേക്ക് അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മക്കൾ, പേരമക്കൾ, ഭർത്താക്കൾ, ആങ്ങളമാർ, നമുക്ക് വേണ്ടപ്പെട്ട പലരും റബ്ബ് തആല അവർക്ക് മുന്തിയ ജോലിയും നല്ല ശമ്പളവും നൽകുമാറാകട്ടെ. കല്യാണപ്രായമായി എസ്പോറായി നിൽക്കുന്ന കുറെ ചെറുപ്പക്കാർ അങ്ങനെ പറയും. ഇപ്പൊ അങ്ങനെയാണ്. പണ്ട് പെൺകുട്ടികൾക്ക് നല്ല മാപ്പിളാരെ കിട്ടാതെ അങ്ങനെ കുടുങ്ങി ആണുങ്ങളെ തെരഞ്ഞെടുക്കുക. ഇപ്പൊ അങ്ങനെയല്ല, പെണ്ണുങ്ങളെ തെരഞ്ഞാല് ഏത് കിട്ടണമൊക്കെ ഉണ്ട്. പക്ഷെ മീൻ പിടിച്ചാൽ പോയാൽ മാറില്ല, കയ്യിൽ തന്നെയാണ് നോക്കി പോണേ അറിയില്ല. മീൻ പിടിക്കാൻ പോയാൽ അങ്ങനെയാണ്. അത് എങ്ങനെ നോക്കി പോണെന്ന് അറിയില്ല. ആണുങ്ങളൊക്കെ 30-35 ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വിഷമം തന്നെയാണ്. അല്ലാഹു തആല നമ്മുടെ യുവാക്കൾക്ക് സ്വാലിഹത്തായ അനുയോജ്യരായ ഇണകൾ നൽകുമാറാവട്ടെ. പെൺമക്കൾക്കൊക്കെ നല്ലൊരു ആണിനെ കിട്ടുമ്പോൾ ആ ആണിനിക്ക് കല്യാണത്തിന് സമ്മതിക്കാനുള്ള മനസ്സ് നമ്മുടെ പെൺമക്കൾക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ, ആരോഗ്യമുള്ളവരുമാണ്. എന്തായാലും ഇട കുട്ടിയും പിന്നെ എന്തായി വേണ്ടെന്ന് പറയുന്നത് അല്ലാഹു ആണ്. വേണ്ടെന്ന് പറയുന്നത് സംഗതി കുട്ടിയൊരു ആരോഗ്യമുള്ള ആളുകളാണ്. അല്ലാഹു തആല ഹറാമുകളിൽ പെടാതെ നമ്മയും നമ്മുടെ സമുദായത്തെയും രക്ഷപ്പെടുത്തട്ടെ. ഇതൊക്കെ റഹ്മാൻ എന്ന മലക്ക് എഴുതാൻ അപ്പോഴാണ് ഓർമ്മ. അത് എനിക്ക് ലജ്ജ തോന്നുന്നു, നിങ്ങൾ അറിയില്ലേ? റഹ്മാൻ ചോദിക്കുന്ന ഖാലിഖായ റബ്ബ് അറിയുന്നതിന് എനിക്ക് പേടിയുണ്ടായിരുന്നില്ലേ? ഒരു നാൾ ജനകോടികളുടെ മുന്നിൽ നാം ചെയ്യുന്ന ഹറാമുകളെയൊക്കെ വെളിവാക്കപ്പെടും. ആ ദിവസം അല്ലാഹു തആല നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ചെറുപ്പക്കാരായ യുവാക്കൾക്കും നമ്മുടെ കെട്ടിക്കുവാനുള്ള പെൺമക്കൾക്കും യുവതികൾക്കും അനുയോജ്യരായ സഹായിക്കട്ടെ. അനുയോജ്യരായ ഇടകളെ നൽകി അല്ലാഹു തആല സഹായിക്കട്ടെ. ജീവിക്കാനുള്ള ആസ്തികൾ നമുക്ക് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഷുഗർ രോഗികൾ ഒരുപാട്, നമ്മളെ കുഞ്ഞടക്കം ഞാൻ കണ്ടിട്ടില്ല, കുഞ്ഞടക്കം പലരും, അതുപോലെ നമ്മളെ ഹംസാജിയൊക്കെ ഒക്കെ തന്നെ രോഗികളാണ്. പലർക്കും നമ്മളെ ഓർക്കൊണ്ടില് അന്നലുണ്ട് കാലിന് ഇന്ന് ഞാൻ ചോദിച്ചു കണ്ടപ്പോ കാല് വേണ്ടിയല്ലേ, കുഴപ്പമില്ല, ശ്വാസത്തെ റെഡിയാണ്. ഇതുപോലെ പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ രോഗങ്ങൾ അല്ലാഹു തആല ശിഫിയാക്കി തരട്ടെ. പലരും മുതൽ വിൽക്കാനുള്ള ആളുകളുണ്ട്. നമ്മളെ വ്യാപാരത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമികൾ, ആ ഭൂമികൾ നല്ല വിലക്ക് പെട്ടെന്ന് കച്ചവടമായാൽ ഒരു കടങ്ങളും ഭൂമിയിലെ ചിലർ ആ ഭൂമികൾ അല്ലാഹു നല്ല നിലയ്ക്ക് കച്ചവടമാക്കി തരട്ടെ. അതിനകത്തോടെ എനിക്കറിയാം അങ്ങനെ ഭൂമി വിൽക്കാണ്ട്. അതുപോലെ സ്വത്ത് വിൽക്കാനുള്ളവർക്കൊക്കെ നല്ല വിലക്ക് അല്ലാഹു അത് കച്ചവടമാക്കി കൊടുക്കട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളുടെ ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, പേരമക്കൾ, അവരുടെ പഠനങ്ങളിൽ അല്ലാഹു ബർക്കത്തും പുരോഗതിയും നൽകട്ടെ. പഠിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും അല്ലാഹു നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും നൽകുമാറാവട്ടെ. നീറ്റ് പരീക്ഷയും മറ്റും എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർ, നീറ്റിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ലാഹു അവർക്ക് വിജയം നൽകുമാറാവട്ടെ. അവരുടെ പ്രതീക്ഷ അല്ലാഹു പുലർത്തി കൊടുക്കട്ടെ. റഹ്മാനുമായ രാജസീയതായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാരുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ പള്ളിയുടെ ഖബർസ്ഥാനിയിൽ മറവ് ചെയ്യപ്പെട്ട ഞങ്ങളുടെ ഇഷ്ടക്കാർ ഒരുപാട് ആളുകൾ, ഞങ്ങളുടെ പരിചയക്കാർ ഒരുപാട് ആളുകൾ, സദറുസ്താദിന്റെ പരിചയക്കാരും ഇഷ്ടക്കാരും ഒരുപാട് ആളുകൾ, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവരുടെ ഖബറുകൾ പ്രകാശത്താൽ നിറക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകളിലുള്ള അദാബുകൾ ഒഴിവാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വർഗീയ ലോകത്ത് അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. പുന്നാര നബി തങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും വിജയിക്കുന്ന സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അദ്ദേഹം തന്നെ സദറുസ്ഥാനെ പറ്റി എഴുതിയൊരു ഗാനം ആലപിക്കുന്നുണ്ട്. അതിനെ ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട നമ്മുടെ സദറുസ്ഥാനെ കുറിച്ച് ഒരു 4 വരി എഴുതി പാടണമെന്ന് നമ്മുടെ വാദമെമ്പർ
ഈ പ്രോഗ്രാമിൻ്റെ എല്ലാമായ സംസൃതി മണങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ജസ്റ്റ് ഞാൻ ഇൻഷാ അല്ലാഹ് 4 പേര് നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. നിരവധി വർഷക്കാലം നമ്മുടെ മദ്രസയിലും അറിവിന്റെ പങ്കുവെളിച്ചം വീശി നമ്മ വിട്ടു പിരിഞ്ഞപ്പോൾ അറിയാതെ കൽബകം തേങ്ങി, അറിയാതെ കൽബകം തേങ്ങി. നിരവധി വർഷക്കാലം നമ്മുടെ മദ്രസയിലും അറിവിന്റെ പൊൻവെളിച്ചം തൂകി. ആ പുണ്യം പൂർണ്ണകം നമ്മെ വിട്ടു പിരിഞ്ഞപ്പോൾ അറിയാതെ മൺകൽബകം തേങ്ങി, അറിയാതെ കൽബകം തേങ്ങി. പിഞ്ചോന മക്കളന്ന് മണപ്പെട്ടി കരഞ്ഞു പോയില്ലേ, മണപ്പെട്ടി കരഞ്ഞു പോയില്ലേ. ഒരു ദേശമാകെ ഏറെ പുകൾ പിറന്ന നമ്മുടെ സദർ ഉസ്താദല്ലേ, നമ്മുടെ സദർ ഉസ്താദല്ലേ. നിരവധി വർഷക്കാലം നമ്മുടെ മദ്രസയിലും അറിവിന്റെ പൊൻവെളിച്ചം വീശി. ആ പൂമുഖം നമ്മെ വിട്ടു പിരിഞ്ഞപ്പോൾ അറിയാതെ കൽബകം തേങ്ങി, അറിയാതെ കൽബകം തേങ്ങി. ശിശുകളേറെ മാറോട് ചേർത്തൊരു നല്ലൊരു മുത്ത് ഹബീബല്ലേ, നല്ലൊരു മുത്ത് ഹബീബല്ലേ. മുത്ത് റസൂലിന്റെ ഇഷ്ടമുത്തക്കിമായി മാറ്റണിയാദൽ ജലാലേ, മാറ്റണിയാദൽ ജലാലേ. നിരവധി വീശി ആ പൂമുഖം നമ്മെ വിട്ടു പിരിഞ്ഞപ്പോൾ അറിയാതെ കൽബകം തേങ്ങി, അറിയാതെ കൽബകം തേങ്ങി. 50 വർഷക്കാലം ഇർഷാദ് സുബിയാനും അറിവ് പകർന്ന ഉസ്താദ്, അറിവ് പകർന്ന ഉസ്താദ്. ജന്നത്ത് ഫിർദൗസ് സദർ ഉസ്താദിന്റെ കൂടെ ഞങ്ങളെ ചേർത്ത് പുരാനേ, ഞങ്ങളെ ചേർക്കേ. നിരവധി വർഷക്കാലം നമ്മുടെ മദ്രസയിലും അറിവിന്റെ പൊൻവെളിച്ചം വീശി. ആ പുണ്യപൂർവ്വം നമ്മെ വിട്ടു പിരിഞ്ഞപ്പോൾ അറിയാതെ കൽബകം തേങ്ങി, അറിയാതെ കൽബകം തേങ്ങി. നിരവധി വർഷക്കാലം നമ്മുടെ മദ്രസയിലും അറിവിന്റെ പൊൻവെളിച്ചം തൂകി. ആ പുണ്യപൂർവ്വം നമ്മെ വിട്ടു പിരിഞ്ഞപ്പോൾ അറിയാതെ കൽബകം തേങ്ങി, അറിയാതെ കൽബകം തേങ്ങി. അസ്സലാമു അലൈക്കും. അദ്ദേഹം കുറച്ച് സമയം കൊണ്ട് എഴുതിയ ഒരു ഗാനാണ്. തെറ്റുണ്ടെങ്കിൽ അടുത്തതായി നമ്മുടെ മാമുക്കേരി സദറുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കാരണം സദർ ഉസ്താദ് ഇവിടെ വരുന്ന സമയത്ത് നേരത്തെ താത്താൻ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ പലരും നമ്മൾ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ അതിൽ കുറച്ച് ആളുകളിപ്പോൾ ഉള്ളൂ. ഒരു മമ്മൂട്ടിയാക്കാർക്ക് മാത്രമേ ഈ വേദിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചു. Gracias.
പ്രശ്നത്തിൻ്റെ ഇത് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ സർക്കാർ ജനകൂടെ അടുത്ത ആളുകളിൽ തന്നെയും അതുപോലെ മറ്റ് യോഗ അടിസ്ഥാനത്തിലെ ആളുകൾ സാധാരണ കൂടാറുണ്ട്. ഇത് നമ്മുടെ സദർസ്ഥാനമായുള്ള ബന്ധമാണ് സ്വീകരിക്കുന്നത്. സദർസ്ഥാനം സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ വരാനെങ്കിൽ നല്ല ഒഫീസിലേക്ക് കൂടുതലുമായി പല സമയവും വരാൻ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം പറയാനും പക്ഷേ വിഷയത്തിൽ പറയുന്നത് നമ്മുടെ സദര എന്ന് പറയുന്നത് ആദ്യ കാലത്തോടെ വന്നതിന് അമ്മിയായുള്ള മത്സര സെക്രട്ടറി, അതിന് ശേഷം പരമമായി എളിയവരായ വിനീതനെ ഞാൻ പെട്ടിട്ടുണ്ട്. അതേപോലെ ആ സദർ വന്നത് മത്സരപ്പെടുത്തി മാത്രമേ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വേണോ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വേണോ ഇത്ര ഞാൻ മുഴുവൻ നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരു ആത്മാർത്ഥ പ്രവർത്തകനായി. കാരണം അന്ന് അവർക്ക് മുതൽക്ക് തന്നെ മുതൽ നമ്മൾ ഏത് പരിപാടിക്ക് പോകണം അനൗൺസ് ചെയ്യുന്ന വിഷയമാണ്. പുതിയ പരിപാടിക്ക് അതേപോലെ മറ്റെന്തെങ്കിലും നടത്താമെങ്കിൽ ആ അനൗൺസ് ചെയ്യാൻ നമ്മുടെ സദനായിട്ട് നമ്മൾ നടത്തിയിരുന്നു. അതേ സദനം കുഞ്ഞുകുട്ടിയാക്കി മറ്റുള്ള സജീവമായി ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പള്ളിയിൽ നടത്താറുണ്ട്. സാധാരണ നമുക്ക് 1 മുതൽ ആദ്യകാലത്ത് നമ്മുടെ മദ്രസയിൽ പറയുന്നത് നോമ്പ് 3 മുതൽ അവസാന 28 വരെയാണ് സാധാരണ നടത്താം. അതിലെല്ലാം സജീവമായിട്ട് ഏത് പരീക്ഷ കാലത്താണെങ്കിലും ഇവിടെ തരാവിയും അതുപോലെ മറ്റ് മദ്രസ പഠിക്കും എല്ലാം നിർവഹിച്ചുകൊണ്ട് രാത്രി അത് 12 മണിയാണ്. അതേ സ്ഥലത്ത് നമ്മുടെ വൈകിട്ട അതേപോലെ പല പ്രമുഖരായ പണ്ഡിതന്മാരെ സംസാരിച്ചും ചെയ്തു. ചിലപ്പോൾ 2 മണിവരെയൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാലും അദ്ദേഹം അതുവരെ അവിടെ കാത്തിരുന്നു. അദ്ദേഹം നമ്മുടെ കുഞ്ഞിക്കാക്കയൊക്കെ അതുപോലെ KV മോമജാന് ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് ആളുകളെ നോക്കിയ ശ്രദ്ധയില്ലാത്തതുകൊണ്ടും ഏകദേശം സദന്റെ സമർപ്പണക്കാരായതുകൊണ്ടും ഇത്ര വിഷയങ്ങൾ കൂടുതൽ പെട്ടെന്ന് വരുന്നത്. അപ്പം അതുപോലെ വിഷയം പറയുന്നത് ചില ആളുകൾ മാത്രം പറയുമ്പോൾ മറ്റാളുകൾ ഉൾപ്പെടാതിരിക്കാൻ നമുക്ക് എനിക്ക് പ്രയാസം തോന്നുന്നുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വേണ്ട മദ്രസ വേണ്ട എന്ത് വേണ്ടതിനും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടാൻ നിർവഹിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെ റബീൽ പരിപാടി അതുപോലെ വന്നുപോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഇന്ന പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഏറ്റവും കാര്യം ശരിയാക്കി നോട്ടീസ് എടുക്കാനും അങ്ങനത്തെ എല്ലാ കാര്യത്തിലും അതുപോലെ ഏത് അകത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും മറ്റേ കർണാടകയിൽ മറ്റേ സ്ഥാപനമില്ല. അതേപോലെ അത്ര അകത്ത് പോയിട്ട് ആലപ്പുഴ പോയിട്ടും കൊല്ലത്ത് പോയിട്ടും അതുപോലെ കരുനാഗപ്പള്ളി പോയിട്ടും അങ്ങനെ അകത്ത് പോയിട്ട് പോലും നമ്മുടെ ഗവൺമെൻറ്റായി മറ്റുള്ളവർക്ക് ക്ഷണിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം പറയുന്നത് മുൻപന്തിയിലുണ്ടായിരുന്നു. അതിപ്പോൾ സജീവമായിട്ട് മുമ്പെടുത്തുകൊണ്ട് ആ രൂപത്തിൽ പ്രവർത്തിച്ചു പോകുന്നത്. അതേപോലെ തന്നെ മറ്റെല്ലാ വിഷയത്തിലും കൂടുതൽ വിഷയം പറയാൻ നാടുമായിട്ടും ആളുകളുമായിട്ടും ഏറ്റവും നല്ല രസകരമായിട്ട് നമുക്കൊരു ജീവിതവും സംസാരങ്ങളുണ്ട്. അതേ സ്ഥലത്ത് വളരെ ലളിതമായിട്ട് ഇവിടെ ഏകദേശം ആളുകൾക്ക് അറിയാവുന്നതാണ് ഇവിടെ പള്ളിയിൽ സാധാരണ ഒരാഴ്ച ഉണ്ടാക്കിയ ആളൊക്കെ ഒരു വെള്ളം നിൽക്കണമെങ്കിൽ അതിന് ബെഡും തരക്കടി മറ്റും നിർത്തക്കാണ്. ഞാൻ മുഖ്യ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നത് നോക്കിൽ പോലും ആ വീട്ടിനെക്കൂടി ലൈനിൽ വെച്ച് ഒരു വിപ്പ് വിളിച്ച് വേണം മുഖ്യ കൊടുക്കാൻ. അത്രയും ലളിതമായ ജീവിതം. അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് യാതൊരു ഇല്ലായിരുന്നു. എന്ത് എവിടെന്നെങ്കിലും കിട്ടാതെ സ്ഥിരമായിട്ട് വീടുകളാകുമ്പോൾ അത്രമാത്രം ഉദ്ദേശിച്ച വീട്ടിൽ മാത്രം എല്ലാവരും മുൻപേ സംബന്ധിച്ച ഒരു വിഷയമല്ല. ഏത് ലളിത ഭക്ഷണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടും നിന്നുകൊണ്ടും അതേപോലെ മറ്റെല്ലാ വിഷയത്തിലും ലളിതമായ ജീവിക്കുന്നത് വിദേശത്ത് വേണ്ട നിർദ്ദേശം കൊടുക്കും. അതായത് കളിയും താമസിച്ച കഴിവുകളും ഇതെല്ലാം എപ്പോഴും ഓർക്കുമ്പോൾ നമ്മുടെ പ്രയാസം പ്രവർത്തിക്കുന്നു. അതേ സ്ഥാനത്ത് ഇടക്കാലത്തെ വിഷയങ്ങളും പ്രയാസങ്ങളും വളരെ സംഭവിച്ചെങ്കിലും അതിനെല്ലാം മൂപ്പർ ശക്തിയോട് മൂപ്പര നിർദ്ദേശം കൊണ്ടാണ് കൂടുതൽ പൊട്ടിക്കളയാതെ നല്ലൊരു അന്തസ്സിൽ തന്നെ രൂപത്തിൽ നമ്മുടെ മുദ്രസയും നമ്മുടെ അധ്യാപകർ എല്ലാവരും പോകുന്ന അവസരമാണ്. അങ്ങനത്തെ പല കാര്യങ്ങളും ഇത്ര സംബന്ധിച്ച് ഓർക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ ഈ ഗവൺമെന്റ് പരിപാടികളും എല്ലാ പരിപാടികളും ജാഥ നിർവഹിക്കുന്ന വിഷയത്തിലൊക്കെ ഒത്തിരി ഒരു കാര്യമായിട്ട് നിർവഹിക്കാറ്. അതേസമയം മറ്റുള്ള സഹജാക്കാരെ പറ്റുന്നവർക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒത്തിരി ആ കാര്യത്തിൽ ഒഴിവാകാറില്ല. അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിലും എല്ലാ വിഷയത്തിലും നമുക്ക് അറിയുന്നതാണ് കൂടുതൽ വിഷയം പറയുന്നത്.
എല്ലാവരും നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ-ഫായിസീന ബിറളില്ലാഹ്. ബഹുമാനാദരവുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, മുഅ്മിനുകളെ, പ്രൗഢമായ ഈ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പുറത്തുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്, ഒന്ന് കേൾക്കുന്നുണ്ട്. 10 മിനിറ്റോളം അവസാനിപ്പിച്ചു. കേറി കഴിഞ്ഞ ഇതേ ദിവസം തിങ്കളാഴ്ച സുബീന്റെ തൊട്ടു മുമ്പ് ഇഹലോകവാസം വെടിഞ്ഞ ബഹുമാനപ്പെട്ട MP മുഹമ്മദ് മുസ്ലിയാർ എന്ന ഈ നാട്ടുകാരുടെ സദർസ്ഥാനം, അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിയിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ദീനിയായ ഇൽമിന്റെ ഖിദ്മത്തിലായി കഴിഞ്ഞു കൂടുന്ന ഉസ്താദുമാർക്കും ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി മരണപ്പെടണം എന്നാഗ്രഹിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്കുമൊക്കെ തുടരപ്പെടാനും മാതൃകയാക്കാനും പിൻപറ്റാനും പറ്റുന്ന സ്പഷ്ടവും വ്യക്തവും സുന്ദരവുമായ ഒരു ജീവിതം ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മിൽ നിന്നും വിട പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ച 1947 അദ്ദേഹത്തിന്റെ ജനനം. ഇതാ 2025 ഈ ജൂലൈയിലാണ് അദ്ദേഹത്തിന്റെ വഫാത്ത്. ക്രിസ്തുവർഷ കണക്കനുസരിച്ച് 78 വയസ്സും ഹിജ്റ വർഷ കണക്കനുസരിച്ച് 80 വയസ്സും. ഒരു പുരുഷായുസ് മുഴുവൻ അള്ളാന്റെ ദീനിന്റെ ഖിദ്മത്തിനായി, ദീനീ ഇൽമിന്റെ പ്രചണ്ഡമായ പ്രചരണത്തിനായി സമയം ചെലവഴിക്കാൻ ലഭിച്ച വലിയൊരു സൗഭാഗ്യമാണ്. അദ്ദേഹം ജനിച്ച് 965 തന്നെ മദ്രസ പഠിപ്പിക്കലിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെയും അദ്ദേഹത്തിന്റെയും വീട് ഒരു 3-4 വീടിന്റെ ഇടയിൽ തൊട്ട് സമീപത്താണ് ഞങ്ങളുടെ താമസം. ദാറുൽ ഈ ഉള്ളവൻ ആയിട്ട് 35ാമത്തെ വർഷം. ഞാൻ ഓതി പഠിച്ചിരുന്നത് ചമ്മാട് പള്ളി ദർസയിൽ. 1982 കീശേരി ഹൈസ്കൂളിൽ നിന്ന് SLC പാസ്സായതിന്റെ ശേഷം 982 ഞാനിവിടെ ചെമ്മാട് ചെറുശ്ശേരി ഉസ്താദിന്റെ അരികിൽ ഫാലു എന്ന മീസാനിന്റെ കിതാബുമായി വന്ന നേരത്ത് ബഹുമാനപ്പെട്ടവർ ഇവിടെ സദർസ്ഥാനം. അതിന്റെ ശേഷമുള്ള യാത്രകളിലൊക്കെ ഞങ്ങൾ പലപ്പോഴും ഒന്നിച്ചു കൂടാറുണ്ട്. അവസാനം ഞാൻ വണ്ടി എടുത്തപ്പോ പലപ്പോഴും എന്റെ കാറിൽ അദ്ദേഹം ശനിയാഴ്ച രാവിലെ ഇങ്ങോട്ട് പോരാറുണ്ട്. കൂടുതൽ അടുത്ത് ഇടപഴകാൻ പലപ്പോഴും അവസരം ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നതാണ്. കീശേരി അങ്ങാടിയിൽ നിന്ന് 2 കിലോമീറ്റർ ആണ് ഞങ്ങളുടെ ആ നാട്ടിലേക്കുള്ള ദൂരം. കുഴിമണ്ണ സെക്കൻഡ് സൗത്ത് എന്നാണ് ആ നാടിന്റെ പേര്. ഒരു കുഗ്രാമം. എനിക്കിപ്പോ വയസ്സ് 57. ഞാനൊക്കെ തന്നെ കീശേരി അങ്ങാടിയിലേക്ക് സ്കൂളിന് പോരുമ്പോ അന്ന് ഈ റോഡ് ഉണ്ടായിരുന്നില്ല. ഇടവഴികളും പാടവരമ്പുകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിച്ച പള്ളിയുടെ തൊട്ടു സമീപത്തിൽ സ്കൂളുണ്ട്. ആ സ്കൂളിൽ ബഹുമാനപ്പെട്ടവര് 5ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. ആ
അന്ന് ഇന്നത്തെ സംവിധാന പ്രകാരമുള്ള മദ്രസയില്ല. 952 വിദ്യാഭ്യാസ പഠനം രൂപീകരിക്കുന്നത്. പിന്നെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ മദ്രസ പഠനങ്ങളൊക്കെ വരുന്നത് ഓത്തുപള്ളിയാണ്. ആ ഓത്തുപള്ളിയിൽ ഏതാനൊക്കെ പഠിച്ചു സ്കൂളിൽ പോയിരുന്ന ആൾക്കാർ സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം അതുവരെ നാട്ടിലുള്ള ഈ ഓത്തുപള്ളിയിലെ മല്ലാക്കയിൽ നിന്ന് മതം പഠിച്ചതിന്റെ ശേഷം അദ്ദേഹം പല പള്ളി ദർസുകളിലും പഠിക്കാൻ വേണ്ടി പോയി. കരയുന്നിരുത്തി അന്ന് വലിയൊരു ദർസ് ഉണ്ടായിരുന്നു. ആ ഉസ്താദിന്റെ അടുക്കൽ ഏതാനും വർഷം പഠിച്ചു. കൊണ്ടോട്ടിന് സമീപം വെള്ളാമ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പഴയ ഒരു ജുമാഅത്ത് പള്ളിയുണ്ട്. അവിടുത്തെ ദർശനം പഠിച്ചിരുന്നു. പിന്നീട് എന്റെ നാട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെയുള്ള ഒഴുകൂർ പള്ളിമുക്കി എന്ന് പറയുന്ന ഒരു പഴയ പള്ളിയുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ ഉണ്ടായിരുന്നു. നല്ല കിതാബിയായി വിവരമുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിൽ നിന്നാണ് അവസാനം ബഹുമാനപ്പെട്ട ഉസ്താദ് ഇൽമ പഠിക്കുന്നത്. സാമ്പത്തികമായി ഞെരുക്കവും പട്ടിണിയും പരവട്ടവുമുള്ള പഴയ കാലത്ത് തുടർന്ന് മേലോട്ട് പഠിച്ചു പോകാൻ അതിയായ താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും സാമ്പത്തിക പരാധീനത മുന്നോട്ട് പഠിക്കാനുള്ള അവസരം നിഷേധിച്ചു എന്ന് ചുരുക്കം. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഞെരുക്കവും പ്രയാസവും ഒക്കെ കണ്ട് അന്നത്തെ ഉസ്താദായ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞു, ഇപ്പൊ തൽക്കാലം കുറച്ച് മദ്രസയിൽ നിന്നു. അങ്ങനെയാണ് ഒഴിവൂർ പള്ളിമുക്കിലെ മദ്രസയിൽ ഉസ്താദായി നിയമിക്കപ്പെടുന്നത്. 965 ജനിച്ചതെന്ന 47 18 വയസ്സായി. 18ാമത്തെ വയസ്സിൽ പള്ളിമുക്കിൽ അദ്ദേഹം മദ്രസയിലെ ഉസ്താദായി സേവനം ആരംഭിച്ചു. 18 വയസ്സുള്ള താടിമീശനും വേണ്ടതുപോലെ വളർച്ചിട്ടില്ലാത്ത ആളാണെങ്കിലും കുട്ടികൾക്കിടയിൽ വളരെ സാമർഥ്യമായി പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആദ്യ സമയങ്ങളിൽ തന്നെ അദ്ദേഹത്തെ അവിടെ സദറുസ്താദാക്കപ്പെട്ടു. സദറുസ്താദായി പിന്നെ കൂടുതൽ മദ്രസയിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടി വന്നു. പിന്നെ പഠനം നിർത്തിവെക്കേണ്ടി വന്നു. മദ്രസയിലുള്ള പഠിപ്പിക്കൽ തന്നെയായി മുന്നോട്ട് നീങ്ങി. അൽഹംദുലില്ലാഹ് അവിടെ 10 വർഷമാണ് അദ്ദേഹം സേവനം ചെയ്തത്. ആ സമയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ വിവാഹവും ഉണ്ടായത്. 10 വർഷത്തിന്റെ ശേഷം അവിടെ നിന്ന് മാറണം. കാരണം വീടിന്റെ സമീപത്ത് തന്നെയല്ലേ, കുറച്ചൊക്കെ ദൂരെ പോയാലല്ല എന്ന പൂതിയുമായി കമ്മിറ്റിയെ സമീപിച്ചപ്പോ ഒരു നിലക്കും അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഉസ്താദ് പോകരുത്. വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. രാജിയും കൊടുത്തിട്ടും സ്വീകരിക്കാതെയായപ്പോ അദ്ദേഹത്തിൽ നിന്നും പഠിച്ച കുറെ ആളുകൾ, ആണും പെണ്ണുമടങ്ങുന്നവർ സംഘടിച്ചു വന്ന് ഉസ്താദ് ഒരു കാരണവശാലും പോകരുതെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ആ ഒരു കൊല്ലവും കൂടി അവിടെ നിന്നു. നിങ്ങളെ നിർബന്ധപ്രകാരം 1 വർഷം കൂടി ഞാൻ നിന്ന് തരാം എന്ന് പറഞ്ഞു നിന്നു. പിന്നത്തെ വർഷം അദ്ദേഹം മംഗലാപുരത്തേക്കാണ് പോയത്. മംഗലാപുരത്ത് ഇന്നുമുണ്ട് അസ്ഹരിയ മദ്രസ എന്ന് പറയുന്ന മദ്രസ, വലിയ മദ്രസ. ആ മദ്രസയിലും സദർ ഉസ്താദായിട്ടാണ് നിയമിക്കപ്പെട്ടത്. പക്ഷെ അന്ന് അപ്പൻഡിക്സിന്റെ വേദന വന്നു, ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അവിടുന്ന് ഓപ്പറേഷൻ ചെയ്തു. 2 മാസത്തെ റെസ്റ്റ് വേണമെന്നായി വീട്ടിലെത്തി. റെസ്റ്റ് കഴിഞ്ഞ് രണ്ടാമത് ഈ മേഖലയിലേക്ക് ഇറങ്ങണമെന്നായപ്പോഴാണ് ഈ മഹലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വിദ്യാഭ്യാസ ബോർഡിന്റെ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ചേളാരിയിലെ ഉസ്മാൻ സാഹിബുമായി ബന്ധപ്പെടുന്നത്. അന്ന് ബന്ധപ്പെട്ടിരുന്ന ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമുക്കുണ്ടോ? പോയതായിട്ട് നമുക്ക് ഓർമ്മയില്ല. ആ ഉസ്മാൻ സാഹിബായിട്ട് ഇവിടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടു. ഞങ്ങളുടെ മദ്രസയിൽ കാര്യങ്ങളൊക്കെ വ്യവസ്ഥാപിതമായി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സദർസ്ഥാനം ഞങ്ങൾ തരണം. അങ്ങനെ ഉസ്മാൻ സാഹിബുമായി അഥവാ ചേളാരി ഓഫീസുമായി മെഹ്മൂദ് ബന്ധപ്പെട്ടിരുന്നു. നല്ല ഏതെങ്കിലും സ്വകാര്യത്തിന്റെ പോസ്റ്റ് ഉണ്ടെങ്കിൽ പറയണമെന്ന്. അങ്ങനെ ഉസ്മാൻ സാഹിബ് ഉസ്താദായിട്ട് ബന്ധപ്പെട്ടു. ഇങ്ങനെ പാർക്കടവിൽ മദ്രസ ഉണ്ട്, അവിടെ ചേർന്നാൽ മതി എന്നും പറഞ്ഞ് ഇങ്ങോട്ട് നിയമിക്കപ്പെട്ടതാണ് 970-കളിൽ. ആ നൃത്തം നിന്ന് അൽഹംദുലില്ലാഹ് 50ഓളം വർഷക്കാലം ഇവിടെ സേവനത്തിലായി കഴിഞ്ഞു കൂടാൻ ഭാഗ്യം ലഭിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം?
ആളുകളോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്, താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം എങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്, മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി അതിന്റെ പുരോഗതിക്ക് വേണ്ടി എങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്, ഇതൊന്നും ഞാൻ പറയുന്നില്ല. എന്നേക്കാളാണ് നിങ്ങൾക്കറിയാം. ഇതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് വെറുതെ ആണെന്ന് എനിക്കറിയാം. എന്നേക്കാളറിയാം. പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഞാൻ മനസ്സിലാക്കിയത് വേമ്പുചേരൻ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അബ്ദുൾ റഷീദായിട്ട് ചോദിച്ചു, ഉപ്പാന്റെ ഒരു വിശേഷണം, പ്രധാനപ്പെട്ട ഒരു വിശേഷണം എന്ന് ചോദിച്ചാൽ ഇതെന്താ മാഷെ പറയാം? ഉടനെ എന്നോട് പറഞ്ഞു, എന്റെ വിനയത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഉപ്പാന്റെ വിനയത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഞങ്ങളോട് ആരോടും ഉപദേശപ്പെടാറില്ല. ഞങ്ങളുടെ ഭാര്യമാരോട് അഥവാ അദ്ദേഹത്തിന്റെ മരുമക്കൾ ആരോടും അദ്ദേഹം തന്റെ ഒരു ശബ്ദ പോലും, ഒരു തലയിൽ കെട്ടുന്ന തലപ്പാവ് പോലും അലക്കാൻ വേണ്ടി പറയുകയോ അലക്കാൻ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. പാറക്കടവിൽ അദ്ദേഹം കഴിഞ്ഞു കൂടുമ്പോ ഇവിടെ പെണ്ണുമക്കളൊന്നും ഇല്ലല്ലോ, അവനാൻ തന്നെയാണ് അലക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യൽ. ഇതേപോലെ വെള്ളിയാഴ്ച രാവിലെ ഉപ്പയാണ് സ്വന്തം വസ്ത്രങ്ങൾ അലക്കിയിരുന്നത്. മക്കളെടുത്തോ മരുമക്കളെടുത്തോ കൊടുക്കില്ല. അവസാനം സുഖമില്ലാതെ ഇതിനൊന്നും സാധിക്കാത്ത അവസ്ഥ വന്നപ്പോഴാണ് മരുമക്കളൊക്കെ പിടിച്ചു വെച്ച് വാങ്ങി അലക്കി കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പോ അവസാനത്തെ 1-2 വർഷങ്ങളിൽ മാത്രം. എന്നെ കൊണ്ട് അവർ ബുദ്ധിമുട്ടാകണ്ട എന്നാണ് ഉപ്പാന്റെ നിലപാട്. ഉമ്മയോടൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഉള്ളിടത്തോളം കാലം കരന്റെ ചെലവ് പഠിച്ചവർക്ക് തരുന്ന കാലത്തോളം ഞാൻ തന്നെ നടത്തിക്കോളാം. എന്റെ മക്കളോടൊന്നും പറഞ്ഞ ആരെ ബുദ്ധിമുട്ടാക്കാം. ഓരൊക്കെ ശമ്പളക്കാരും പൈസക്കാരും കാണല്ലോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാകാതെ നിൽക്കണോ? ഓരോരുത്തർ കുറച്ച് പൈസ ഒക്കെ വാങ്ങിയിട്ടാണ് ഉപയോഗപ്പെടുത്തിയ പോലെ നിങ്ങൾ ഈ വണ്ടി പറഞ്ഞ് ഇടങ്ങാറാണോ എന്ന് ഉമ്മ ചോദിച്ചു. അവർക്കൊക്കെ വലിയ ജീവിതല്ലേ, ഓർക്ക് കിട്ടുന്നൊക്കെ ഓരോ ജീവിതത്തിന് ഒരു മാറ്റി വെച്ചോട്ടെ. 2 മാഷന്മാരാണ്, 3 മാഷന്മാരാണ്, ഒരാൾ ഗൾഫുകാരനാണ്, 4 മക്കൾ. 2 പെൺമക്കളെയും വളരെ ഭംഗിയായി വിവാഹം ചെയ്തു. ഈ 6 മക്കളെയും വളരെ ഉഷാറായി തീറ്റിപ്പൊറ്റി വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ മക്കൾ വലുതായി സാമ്പത്തിക ശേഷി ഉള്ളവരായിട്ട് പോലും അവരിൽ നിന്ന് കാശൊന്നും വാങ്ങാതെ മൂപ്പരനെയാണ് ചെയ്തിരുന്നത്. വ്യാഴാഴ്ച ഇവിടുന്ന് പോകുന്ന നേരങ്ങൾക്കായാലും അവൻ ഉച്ചയാകുമ്പോഴേക്ക് വീട്ടിലെത്തി വൈകുന്നേരമോ പിറ്റേന്ന് വെള്ളിയാഴ്ചയോ റേഷൻ ഷാപ്പിലേക്ക് കാർഡും സഞ്ചിയുമായി ഇപ്പൊ പോകും. മക്കളുണ്ട്, അവിടെ വേറെ കുട്ടികളുണ്ട്, നിങ്ങളൊക്കെ പോയി കൊണ്ടുവന്നാണ് എന്ന് ഇപ്പൊ പറയാറില്ല. ജമാഅത്തിന്റെ സമയമായാൽ കൃത്യമായി പള്ളിയിലെത്തിപ്പോയി. ഈ ബസ്സിലൊക്കെ കുത്തിപ്പിടിച്ച കയറി അവിടെ എത്തി വീട്ടിലൊന്ന് വിശ്രമിക്കാൻ നേരം കിട്ടുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്താൽ ഇന്നത്തെ ജമാഅത്താണ് പോകട്ടെ എന്ന് മൂപ്പര് വെക്കാറില്ല. അതേ എടുത്ത തുണികുപ്പായത്തിൽ പള്ളിക്ക് പോയി ജമാഅത്തിൽ പങ്കെടുത്ത് മൂപ്പര് ദിക്റും ദുർഗൊക്കെ കഴിഞ്ഞതിന് ശേഷമേ പെണ്ണുങ്ങൾക്ക് എത്താറുള്ളൂ, ചായ പോലും പിന്നെ കുടിക്കാറുള്ളൂ എന്ന് മക്കൾ പറയുകയുണ്ടായി. പലപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, അള്ളാന്റെ ദീനിയായ ഇൽമ് മരണം വരെ ആ ഇൽമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കൂടണം എന്നാഗ്രഹം. അതുകൊണ്ടാണ് അനാരോഗ്യമുള്ള സമയത്തും എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹം ശ്രമം നടത്തിയത്. ക്ലാസുകളൊക്കെ വല്ലാതെ മുടങ്ങുന്ന അവസ്ഥയും ഞാൻ ഇവിടെ നിന്നാൽ ഇനിയിപ്പം എന്നെ പറ്റി അവർക്ക് ഭാരമാകുമോ എന്നൊരു തോന്നലുമൊക്കെ ആയപ്പോഴാണ് നിങ്ങൾ പിന്നെയും നിർബന്ധിച്ചിട്ടും അദ്ദേഹം ഞാനൊന്ന് മാറി വീട്ടിൽ വിശ്രമിക്കട്ടെ എന്ന് നിങ്ങളോട് പറഞ്ഞ് ഇവിടുന്ന് പോയത്. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് ആന്തരികമായ ചില അവയവങ്ങൾക്ക് രോഗം ബാധിച്ചു. ഡോക്ടർമാർ പ്രതീക്ഷയില്ല എന്ന നിലയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു. മക്കളോട് വേദന വല്ലാതെ അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ ചുരുക്കി പറയണം, വേദന വല്ലാതെ അനുഭവപ്പെടാൻ തുടങ്ങി.
ഭാര്യയെയും മക്കളെയും എല്ലാവരെയും അടുത്തോട്ട് വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു പോയി, ഇന്ന് രാവിലെ മൂത്ത മകൻ അബ്ദുൾ റഷീദ് മാഷായിട്ട് സംസാരിച്ച് കിട്ടിയ വിവരമാണ്. കുറച്ച് വിവരമാണ്, കേട്ടതല്ല. മക്കൾക്കൊക്കെ വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവരെ ജീവന്റെ ജീവനാണ്. കാരണം അവരെ ഒരു പ്രയാസവും അറിയിക്കാതെയാണ് അവരൊക്കെ വളർത്തിയത്. ഞാനിന്നിപ്പോ അവിടെ 7ന്റെ പരിപാടിയിൽ ഒരു 10 പറയണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ സംസാരിച്ചിരുന്നു. ഞാനും റഷീദ് മാഷും തമ്മിൽ വ്യത്യാസം ചെയ്യാൻ ഒന്നിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ ക്ലാസ്സിലാണ് റഷീദ് മാഷ് ഉണ്ടായിരുന്നത്, ഞാൻ മേലെ ക്ലാസ്സിലായിരുന്നു. ഇപ്പൊ റിട്ടയർഡായി ഈ വർഷം 56 ഇപ്പോഴും 57 56. ഞാനൊക്കെ അന്ന് സ്കൂളിൽ പോയപ്പോ ഞാനെന്നല്ല 99% മക്കളും തൊപ്പിക്കൊടയേ ഉണ്ടാവുള്ളൂ. പഴമക്കാരായ നാട്ടുകാരടുത്ത് തൊപ്പിക്കൊടയേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വായന്റെ ഇല ചേമ്പിന്റെ ഇലക്ക് വെട്ടിയിട്ടാണ് മഴയത്ത് അത് ചൂടിയിട്ട് സ്കൂളിൽ പോയിരുന്നത്. അവിടെയുള്ള പഴമക്കാർക്കൊക്കെ അറിയാം, ഒരു 50 വയസ്സിന്റെ ചോറുള്ള കുട്ടിക്ക് എന്ത് തൊപ്പിക്കൊടാണ്. ഓൽക്കൊന്ന് ചേമ്പിന്റെ ഇല പോയിട്ട് ചേമ്പെന്നാൻ തന്നെ തിരിയില്ല. സുഭിക്ഷമായി ജീവിക്കുന്നവരല്ലേ. അന്നും മെമ്മോരിയൽ മക്കൾ നല്ല ശീലക്കൊടയുമായിട്ടാണ് സ്കൂളിൽ വന്നിരുന്നത്. ഞാനതാ പറഞ്ഞത്, നല്ല ശീലക്കൊടയുമായിട്ടാണ്, ഇന്നത്തെ ഈ കൊടയുമായിട്ടാണ് അന്നും അദ്ദേഹത്തിന്റെ മക്കൾ സ്കൂളിൽ വന്നിരുന്നത്. മക്കളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കരുത് എന്ന രൂപത്തിൽ അദ്ദേഹം വളർത്തുകയുണ്ടായി. അവസാനം സ്വന്തമായി തന്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമുള്ള സമയമായപ്പോൾ എന്റെ ഭാര്യയും മക്കളൊക്കെ എനിക്കും വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഞാൻ എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോ, ഈ ലോകത്തിൽ നിന്ന് എനിക്ക് മോചനമില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായപ്പോ, ഭാര്യനെയും മക്കളെയും അടുത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വലിയൊരു പരീക്ഷണമാണല്ലോ. എന്നെ അള്ളാഹുത്താല പരീക്ഷിക്കുകയാണ്, എടി നിങ്ങൾ പരീക്ഷിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞത് തിരിഞ്ഞോ എന്നത് രോഗം കൊണ്ടുള്ള പരീക്ഷണം. കഠിനമായ വേദനയും പ്രയാസവും എനിക്കുണ്ട്. ആ വേദനയും പ്രയാസവും നൽകിയിട്ട് പഠിച്ചോ പരീക്ഷിക്കണം. ഞാൻ സ്വന്തമായി എണീറ്റ് നടക്കാൻ കഴിയാതെ താങ്ങാനും പിടിക്കാനൊക്കെ നിങ്ങളുടെ ആവശ്യമായി വന്നപ്പോ നിങ്ങൾ ബാപ്പാനെ ശരിക്ക് നോക്കുന്നുണ്ടോ എന്ന് മക്കളെ നിങ്ങളെ പരീക്ഷിക്കുകയാണല്ലോ. ഭർത്താവിനെ പരിചരിക്കുന്നുണ്ടോ എന്ന് അന്യം പരീക്ഷിക്കാനുണ്ടോ എന്ന് പറഞ്ഞു. മൂത്തമോൻ റഷീദ് പറഞ്ഞു, ഈ പരീക്ഷണത്തിൽ നമുക്ക് എല്ലാവർക്കും ജയിക്കണം. ഈ പരീക്ഷണത്തിൽ നമുക്ക് എല്ലാവർക്കും ജയിക്കണം. നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾക്ക് എന്ത് ഖിദ്മത്താ വേണ്ടത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഒരു നിരക്കും പ്രയാസപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് ഖിദ്മത്തിന് ആവശ്യപ്പെടേണ്ട. എന്താണോ വേണ്ടത് ഞങ്ങൾ ഉറപ്പ് വയ്ക്കാനും എത്ര തന്നെ ചികിത്സിക്കാനും ഞങ്ങൾ തയ്യാറാ. അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടല്ലോ, അതിലപ്പുറം ക്ഷമിക്കാൻ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്. എന്നാൽ തന്നെ രാത്രി ഉറക്കൊഴിച്ച് നേരം പുലരുവോളും ഒക്കെ പാൻ ഒഴിഞ്ഞുകൊണ്ടും പാന്റെ വേദന പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉറങ്ങാൻ കഴിയാത്ത പ്രയാസത്തിൽ വെള്ളം ചൂടാക്കി കൊടുത്തിട്ടും ചായ ഉണ്ടാക്കി കൊടുത്തിട്ടും ഉറക്കം ഒഴിക്കേണ്ടി വരുമ്പോ, മക്കൾ ഉറക്കം ഒഴിക്കേണ്ടി വരുമ്പോ, പിറ്റേന്ന് ആരെങ്കിലും വന്നാല് ഇന്നലെ നാണി കണ്ണിന്റെ പുറം കൂട്ടിയിട്ടില്ല, എന്നെ കൊണ്ട് ആകെ ഉറക്കം ഒഴിവാക്കേണ്ടി വന്നു, മക്കൾക്കും വേണ്ടി നിങ്ങൾ വേർപ്പണട്ടോ എന്നാരെങ്കിലും വന്നാൽ മക്കൾ ഉറക്കമഴിച്ചതിന്റെ പേരിൽ വരുന്ന ആളുകളോട് തനിക്ക് മാത്രമല്ല അവർക്കും കൂടി വേർക്കാൻ വേണ്ടി ആവശ്യപ്പെടാറ്. ഈ മരണപ്പെട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടുന്ന് കുഞ്ഞാപ്പോക്കടത്തുള്ള
വിരാമ ഇരുന്ന് പറയണം. ഞപ്പൊക്കെ നമ്മൾ രാത്രി വരും. അത് രാത്രി 12 മണി വരെ ഒരാളല്ലെങ്കിൽ ഒരാൾ സന്ദർശകരായി അവിടെ വന്നിരുന്നു ആശുപത്രി. അവരോടൊക്കെ ജീവിതം ഹൈറാകാനും മരണം ഈമാനിലാകാനും വേണ്ടി ദ്വാരക്കണം കേട്ടോ. ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ജീവിതം ഹൈറാകാൻ എന്ന് പറഞ്ഞാൽ രീതിയിൽ ആരോഗ്യ ജീവിതം ഉണ്ടാവില്ല നമുക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജീവിതം ഹൈറാകാൻ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? ഇങ്ങനെ ദീർഘകാലം കടന്ന് ഇതൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയരി എന്ന് ബന്ധപ്പെട്ട ആളുകൾ വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ചുറ്റുപാടുണ്ടല്ലോ, അത് വരാതെയായി തീരാൻ എന്നെ ഈ ജീവിതം ഹൈറാകാനുള്ള ഉദ്ദേശം. അതിനാണ് അറുതലിൽ ഉംറ് എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അറുതലിൽ ഉംറി എന്ന ഹദീസുണ്ട്. മോശപ്പെട്ട ആയുസ്, പ്രയാസപ്പെടുന്ന നേരം എന്നാണ്. അതിൽ നിന്ന് പഠിച്ചവരെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനത്തെ ചരണത്തിലാകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആകൾ ചെയ്യണോ ഈമാൻ സലാമത്തിലാകാൻ എന്ന് അന്ന് രാത്രി വന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. രാത്രി 12 മണി വരെ ഭാര്യയും മക്കളും പലരും ഉണ്ടാവും. എന്തിനാ എല്ലാവരും കൂടെ ഉറപ്പിക്കണം? വെറുതെ ഇവിടെ ഉറപ്പിച്ചിരിക്കണ്ടല്ലോ, വെറുതെ പോയിക്കോളി, എല്ലാവരും ഉറങ്ങിക്കോളി. ആശുപത്രിയല്ലേ, വലിയ 2 പെൺമക്കളും 4 ആൺമക്കളും 6 ആളോടുണ്ട്, ഭാര്യയുണ്ട്, വലിയ പേരക്കുട്ടികളുണ്ട്. അവരോടൊക്കെ പേരെ പോകാൻ പറഞ്ഞു. അപ്പൊ മൂത്തോ പറഞ്ഞു എല്ലാവരും കൂടെ നിൽക്കണ്ടല്ലോ. മൂത്ത മോള് പറഞ്ഞു ഞാൻ ഏതായാലും കൂടെ നിൽക്കുക, പോകാനുള്ള. മൂന്നാമത്തെ മകൻ നൗഫൽ പറഞ്ഞു ഞാനും ഇവിടെ നിന്നാലെന്താണ്, ഒരാളൊരു പെണ്ണുണ്ട്, അത് മതിയല്ലോ. പിന്നെ പോണ നേരത്തെ മോള് റുഖിയ്യാണ് മൂത്ത മോള്. റഷീദ് മാസം നേരെ എന്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ കൂടെ ആയിരുന്നു. അവള് എന്റെ ഭാര്യയും കൂടി ഉണ്ടായിരുന്നു. ഉംറക്ക് വന്നിരുന്നു. നിങ്ങൾ കമ്മാളത്തോട് പോരുന്ന സമയത്ത് എന്നോട് ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ ഉംറക്ക് അമീറായി പോകാറുണ്ടല്ലോ, എന്റെ മോക്ക് അങ്ങനെ താല്പര്യമുണ്ട്, നിങ്ങളെ കൂടെ വിട്ടാൽ എന്താണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളെ ഭാര്യയും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ സാറേ ഞാൻ ഷാൻബാൻ ലാസ്റ്റിലാണ് പോകാറ്. ഈ ശതമാനത്തിലെ 25,000 രൂപയും പാസ്പോർട്ടുമായി എന്റെ വീട്ടിൽ ഉസ്താദ് വന്നിട്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്റെ കൂടെയായിരുന്നു. അവരൊന്നും പോന്നിരുന്നു. ബാപ്പ ഇടക്കിടക്ക് പറയാറുണ്ടാണ്, റസൂലുള്ള വഫാത്തായത് തിങ്കളാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ റസൂലുള്ള വഫാത്തായ തിങ്കളാഴ്ച രാവോ ഒക്കെ മരിക്കാൻ വല്ലാത്തൊരു ബോധ്യമുണ്ട് എന്നൊക്കെ പറയാം. തിങ്കളാഴ്ച ഞായറാഴ്ച മഗ്‌രിബിന്റെ മുമ്പായി തന്നെ, ഞായറാഴ്ച മഗ്‌രിബോട് കൂടെയാണല്ലോ തിങ്കളാഴ്ച രാവിലെ കൂടെ പറഞ്ഞിരുന്നു. പറഞ്ഞു ഇന്ന് ഏതാ ദിവസം? ഇന്ന് ഞായറാഴ്ച. അന്ന് മഗ്‌രിബായ തിങ്കളാഴ്ച ആണല്ലേ. റസൂലുള്ള വഫാത്തായാലും തിങ്കളാഴ്ച. അത് ഈ റുഖിയ മോളെ കേട്ടു. റസൂലുള്ള വഫാത്തായാലും തിങ്കളാഴ്ചയാണ്, ഇന്ന് മഗ്‌രിബായ തിങ്കളാഴ്ചയാണല്ലേ. അത് ഓളെ മനസ്സിലുണ്ടായപ്പോ പാപ്പാക്ക് അങ്ങനെ പൂതി പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കട്ടെ എന്ന് മോള് ഇഷ്ടമുള്ള ഒരു മോളോട് നൗഫൽ എന്ന മോനെ നിന്നു. ഭാര്യ അടുത്ത് എല്ലാവരും കൊണ്ടുപോയി. ഗ്ലൂക്കോസുകൾ 1-2 ഗുണം വെച്ചാണ്. പിന്നെ സോഡിയം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതും ശരീരത്തിൽ തീരെയില്ല, അതിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടി ലേസ് വന്നു 12 കൊല്ലത്തിന് ശേഷം. അതൊന്നും ഇപ്പൊ നിന്റെ മേത്ത് കുത്തി കയറ്റണ്ട എന്നൊരു വർത്താനം പറഞ്ഞു. ലേസ് ഇപ്പൊ മോൻ പറഞ്ഞു, എത്ര നമ്മൾ പറഞ്ഞായിരുന്നു അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾ അടങ്ങാറാക്കാനല്ലല്ലോ, രോഗം സുഖപ്പെടാനും ആരോഗ്യം കിട്ടാനും അല്ലേ. അത് ഉപയോഗിക്കാനും പറ്റൂല.
അത് ഏതായാലും ഉപയോഗിച്ചോട്ടെ. മനമില്ല മനസ്സോട് കൂടെ മുമ്പിൽ കൈയാട്ടി കൊടുത്തു. അത് കുട്ടി ഉറക്കില്ല, വേദനയാണ്. ഈ 2 മക്കളും അന്ന് ഉറങ്ങിയിട്ടില്ല. 2 മണിയായ സമയത്ത് മോനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ നേഴ്സിനോട് വിളിച്ചു, എന്തിനാന്ന് വെച്ചു, ഇതൊക്കെ നിർത്തി മാറ്റണം, ഇതൊക്കെ നിർത്തി മാറ്റണം. ഗ്ലൂക്കോസ് കയറിക്കൊണ്ടിരിക്കല്ലേ, ഇതെങ്ങനെ എടുത്തു മാറ്റല്? അല്ല, ഇത് നാളത്തെ വളരെ കൊടുക്കാം, ഇപ്പൊ ഏതായാലും എടുത്തു മാറ്റാൻ പറയും. ഇരിയാനും പറയാനും പറ്റാത്ത കൈബന്ധി കുത്തിരിക്കാനുള്ള സ്വസ്ഥതല്ല. അങ്ങനെ നേഴ്സിനെ വിളിച്ചു. പിന്നെ നിർബന്ധിച്ചപ്പോൾ നേഴ്സിനെ വിളിച്ചു. നേഴ്സ് വന്നിട്ട് അത് മാറ്റിച്ചു. രാത്രി ഉറങ്ങണേന് പ്രയാസം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാം എന്ന് നേഴ്സും വിചാരിച്ചു. ആണെങ്കിൽ നേരെ വെളുത്ത ലക്ഷം കൊടുക്കാം. പിന്നെ ഇവരെ കൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഈ ഓതുണ്ടാക്കിപ്പിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന നിലയിൽ ഹനഫി മദ്ഹബ് പ്രകാരം അങ്ങനെ ചുമരുമേലടിച്ച് ഇങ്ങനെ തേമം ചെയ്താൽ ആ തേമം ചെയ്യാവുന്നു. കാരണം ഈ പെയിന്റൊക്കെ മണ്ണ് ഇനത്തിൽപ്പെട്ടതാണ്. അപ്പൊ ചുമരുമേലടിച്ച് തേമം ചെയ്താൽ മണ്ണ് പൊടിയുള്ള മണ്ണാകണമെന്ന ഷാഫി മദ്ഹബ് പ്രകാരം പൊടിയുള്ള മണ്ണാകണമെന്നില്ല, തുറാബ് ഇനത്തിൽപ്പെട്ടതായാൽ മതി എന്ന് ഹനഫി മദ്ഹബ് ഉണ്ട്. അത് പ്രകാരം അതിൽ കൈയടിച്ചിട്ട് മുഖവും 2 മുൻകൈ മുട്ടുൾപ്പെടെയുള്ള കൈയും തടവിയിട്ട് തേമം ചെയ്യും. അത് കടന്ന് നിസ്കരിക്കും. അങ്ങനെ കടന്ന് നിസ്കരിച്ചു. രാത്രിയൊക്കെ പിന്നെ ചൊല്ലലും പറയലൊക്കെ തന്നെ. 4 മണിയായപ്പോ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നോന്നുണ്ടാക്കണമല്ലോ, ഒതോട് കൂടെ മരിക്കണം എന്ന് പഠിച്ചാലും തീരുമാനമാകണം. അതിനുള്ള കൂലി തോന്നിപ്പിച്ചതാണ്. മോൻ തീരെ വാങ്ങിയിട്ടില്ല. എനിക്കത് ഒതുണ്ടാക്കണല്ലോ, എനിക്കത് ഒതുണ്ടാക്കി തന്ന. അപ്പൊ 4 മണിയായിട്ടുള്ളൂ. 4:54 ആണല്ലോ സുബീന്റെ ബാങ്ക്. അതുവരെ ആ ഒതുവായിട്ട് നിൽക്കാൻ പ്രയാസം അവിടെ. പിന്നെ രണ്ടാമത് പിന്നെ ഒതുണ്ടാക്കേണ്ടി വരൂലേ. അപ്പൊ അതിന്റെ ആ നേരാകുമ്പോ ഒതുണ്ടാക്കിയ പോരെ എന്ന് ഇവൻ പറഞ്ഞപ്പോ എന്നാ പിന്നെ ഒന്നുണ്ടാക്കാം. അപ്പൊ ഒന്നുണ്ടാക്കിയിട്ടില്ല. മോനതൊരു കാര്യമായിട്ടൊന്നല്ല. കാരണം പിന്നെ ഒന്നുണ്ടാക്കി കൊടുക്കേണ്ടി വരും സുബീന്റെ സമയത്ത്, സുബീസ്കരിക്കാൻ. അത് വാപ്പാക്കൊരു പ്രയാസമാകുമെന്ന് നമുക്ക് മാത്രമാണ് മോൻ പറഞ്ഞത്. എന്നല്ലാതെ വാപ്പ പറഞ്ഞതിന് ചെയ്തു കൊടുക്കാനുള്ള മടിയുള്ള മോനായതുകൊണ്ടല്ല. നിങ്ങൾ ഉറങ്ങിക്കോളി എന്നൊക്കെ അപ്പോഴും പറഞ്ഞോ? അല്ല, ഞങ്ങൾക്ക് ഓർമ്മണ്ടില്ല, എന്താ ഉമ്മക്ക് വേണ്ടത് എന്ന് വീണ്ടും ചോദിച്ചു. അവൻ അദ്ദേഹം കിടക്കുക 4 മണിന് ശേഷം. അപ്പോഴും നിങ്ങൾ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും. തലേന്ന് രാത്രി തസ്ബീമാല കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. തസ്ബീമാല കൊണ്ടുവരാൻ മക്കൾ മറന്നിരുന്നു. ഇന്ന് ഏതായാലും എനിക്ക് തസ്ബീമാല കൊണ്ടുവന്നെ കേട്ടോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. തസ്ബീമാല കഴിയും. 4:30 മണിയായി. 4:30 മണിയാവുന്ന സമയത്ത് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാട്ടോ. എന്താ വാപ്പങ്ങൾ പറയട്ടെ? ഞാൻ മരിക്കും. അങ്ങനെ ചെല്ലാൻ തുടങ്ങിയില്ലായാലും 4:40 അവസാനത്തെ ശ്വാസം. 4:30 മണിക്കാണ് മോനെ വിളിച്ചിട്ട് ഞാൻ മരിക്കട്ടോ. പിന്നെ ഇങ്ങനെ ഒന്നും മുണ്ടിയിട്ടില്ല, സംസാരിച്ചു. പിന്നെ അങ്ങനെ ചൊല്ലുണ്ട്. അങ്ങനെ ശ്വാസം പോയി. ഒരു പടക്കലോ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവപ്പെടലോ മലമോ മൂത്രമോ എന്തെങ്കിലും പുറത്തു വരലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ ശ്വാസം. ഇവിടെ തൊട്ടു നോക്കിയാണ് എന്താ തീരാൻ അവസ്ഥ. വേഗം നേഴ്സിനെ വിളിച്ചു. ഒരു ചുണ്ടനക്കാത്ത അവസ്ഥ, ഇതേ ചുണ്ടനക്കിക്കൊണ്ടിരിക്കുകയാണ്. നേഴ്സ് വന്നു. ഒരുപാട് വന്നാൽ കൂടകി വന്നു. പരിശോധിച്ചു പറഞ്ഞു മരണപ്പെട്ടു.
4:54 ബാങ്ക്, 4:44 അദ്ദേഹത്തിന്റെ വഫാത്ത്. ഇങ്ങനെ ഒരു മനുഷ്യനാകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറം വലിയ ഭാഗ്യം പിന്നെന്താണ്? ഞാൻ ഇന്ന് രാവിലെ കീഴ്ശേരിക്കാരോട് ചോദിച്ചു, 30 കൊല്ലം നിങ്ങളുടെ ഖാദിയായി സേവനം ചെയ്യുന്നല്ലോ, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? അതിന്റെ ഇപ്പോഴത്തെ ട്രഷററായ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് മുമ്പിൽ വാങ്ങിക്കുന്നല്ലാതെ ഇതിനിടയിൽ നമ്മളെ കുറച്ചൊന്ന് കുട്ടിക്കൂടെ ഞങ്ങളോട് കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടോ? ശമ്പളം കൂട്ടുന്നതിനെ പറ്റിയൊന്നും പറയാതെ എന്താണോ കൊടുക്കുന്നത് അത് വാങ്ങിക്കും. പക്ഷെ അങ്ങനെ ഒരു തവക്കുലാക്കിയതിന്റെ പേരിൽ പച്ചമുക്കർ കൊടുക്കാറുണ്ട്, നിങ്ങളിലൂടെ കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടതുപോലെ അദ്ദേഹത്തെ സഹായിക്കാറുണ്ട്. എന്നെ സഹായിച്ചൂടി എന്ന് അദ്ദേഹം പറയേണ്ടി വരാറില്ല. അത് പടച്ചോൻ കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹം. ഈ ചെറിയ പെരുന്നാളിന് ഇപ്പൊ കീശേരിയിലെ കുത്തുബ മിമ്പർമക്കാരെ കുത്തുപോകാൻ കഴിയാത്തൊരവസ്ഥ, ഒരിങ്ങനെ മിമ്പർമിൽ നിൽക്കുമ്പോൾ ഒരു കടയിലൊക്കെയുള്ളൊരവസ്ഥ 3 കൊല്ലം മുമ്പേ ഉണ്ടായപ്പോ കുത്തുബക്കിന് വേറെ ആൾ നിർത്തിക്കളി എന്ന് മുമ്പ് പറഞ്ഞു. അങ്ങനെ കുത്തുബക്കരാണ് നിർത്തി, ഖത്തീബായിട്ട് വേറെ ആണെന്ന് ശരി. പിന്നെ നിക്കാഹിന് മാത്രം പോയി. പക്ഷെ മുമ്പ് ഖത്തീബായ സമയത്ത് എന്താണോ അവർ കൊടുത്തിരുന്ന ചെറിയ ശമ്പളം, ആ ശമ്പളം പിന്നെയും മുടങ്ങാതെ കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം എന്റെ മകൻ ഇവിടെ പഠിച്ചതും കൂടിയാണ്. എന്റെ ഫാമിലിയായിട്ട് ഞാൻ ഇവിടെ താമസിച്ച സമയം രണ്ടാമത്തെ മകൻ ഇർഷാദ് പദവി ആപ്പിലും കൂടിയാണ്. 20 കഴിഞ്ഞതിന് ശേഷമാണ് ദാബുദയിൽ നിന്ന് ഉദവി ചെയ്തത് പഠിച്ചത്. കണ്ണൂരെ 1 വർഷം കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്തോടെങ്കിലൊക്കെ നിന്നാളാ, ദൂരെ പോണ്ട. അപ്പൊ അവിടെയുള്ള ഖത്തീബ് പെട്ടെന്ന് പോയപ്പോ എന്നോട് പറഞ്ഞു, മോൻ അവിടെ നിൽക്കാവുന്നില്ല, ഈശേരി നാട്ടിൽ തന്നെ ആവുമ്പോൾ പ്രയാസമാകുമെന്ന് വാക്ക് ഞാൻ പിടിച്ചു. കീശേരി ആണ് നിർത്തിയാൽ മതി, അതാണ് നല്ലത്. നമ്മളൊക്കെ മേലോട്ട് ശ്രദ്ധിക്കണവും ചെയ്യല്ലോ. അപ്പൊ ഇപ്പുറത്തെ ആലത്തിയോട് എന്ന പള്ളിയിൽ വർഷങ്ങളായി ഞാൻ ഖത്തീബാണ്. തൊട്ടിപ്പുറത്ത് കീശരങ്ങാടിയിൽ ഓരോ അവിടെയും ഇവിടെയും കൂടി ബാപ്പിമാരും കൂടി വെൽസയാണ് എന്ന് ആൾക്കാരും പറയണ്ട. അതിലൊക്കെ എന്താ കേസ് ചെയ്യേണ്ടത്? അതൊന്നുമില്ല, ഓൻ അവിടെ നിന്നോട്ടെ. അങ്ങനെ മഹല്ല് കമ്മിറ്റിയോട് അദ്ദേഹം തന്നെ എന്റെ മോനെ പറ്റി പറഞ്ഞു. അവര് വന്ന് എന്റെ വീട്ടിൽ വന്ന് മോൻ അവിടെ ഖത്തീബായി നിശ്ചയിച്ചു. ഇപ്പൊ മോനാണ് പള്ളിയിലെ ഖത്തീബും ഇമാമും. 23 വയസ്സായ 24 വയസ്സായ കുട്ടിയല്ലേ. പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉസ്താദ് ഇടക്കിടക്ക് മോൻ പങ്കെടുക്കാറുണ്ട്. അപ്പൊ കൊടുത്തിരുന്ന ആ ചെറിയ സംഖ്യ പിന്നെ അവര് കൊടുത്തു പോന്നിരുന്നു. അപ്പൊ ഈ ചെറിയ പെരുന്നാളിന് പെരുന്നാൾ പൈസ എന്ന രൂപത്തിൽ കൊടുക്കുവായിരുന്നു. പെരുന്നാൾ പൈസ എന്ന രൂപത്തിൽ ഇപ്പൊ മരുന്നൊക്കെ വാങ്ങാൻ പൈസക്കൊക്കെ ആവശ്യമുള്ള നേരമാണല്ലോ എന്ന് നോക്കാം. അവർ 16 ഉറുപ്പ കൊണ്ട് കൊടുക്കും. അതിൽ 5000 എണ്ണീറ്റ് സെക്രട്ടറിയുടെ തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നമ്മൾ ആ റിലീഫൊക്കെ പ്ലാനോ സജീവം നടക്കണില്ലേ? നടക്കുന്നുണ്ട്. ഇതാ ഈ 5000 ആ റിലീഫ് വെച്ചാൽ കൊടുത്ത 10,000 നിന്ന് 5000 ആ റിലീഫ് വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് തിരിച്ചു കിട്ടണം. മുമ്പൊക്കെ തന്നെ മുൻകൈ എടുത്തിട്ടാണ് പാവപ്പെട്ട ആളുകളുടെ സഹായത്തിന് വേണ്ടി റിലീഫ് സമിതി ഉണ്ടാക്കിയത്. ഓരോ മാസവും കൊണ്ടേ കൊടുക്കുന്ന ആ ശമ്പളത്തിൽ നിന്നും ഒരു സംഖ്യ ആ റിലീഫിക്ക് എന്ന് പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ എന്റെ മനസ്സിന് വല്ലാത്തൊരു ചിന്ത പോയി. കാരണം 10,000 കൊടുത്തതിന് 5000 അങ്ങോട്ട് കൊടുത്തിട്ട് റിലീഫ് എടുത്തോളി എന്ന് പറയണമെങ്കിൽ വല്ലാത്തൊരു മനസ്സിനാണ്. പൈസക്ക് ആവശ്യമുള്ള നേരം ഈ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഞങ്ങളോടുണ്ടായിട്ടുള്ളത്. സാമ്പത്തികമായി ഞങ്ങൾ ഒന്നും കൊടുക്കാറില്ല, എന്നാലും ഇവിടുത്തെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെടാറുണ്ടായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഏതായാലും
80 വർഷക്കാലം അദ്ദേഹം ജീവിച്ചു എങ്കിൽ ഈ കാലയളവ് ഏത് മേഖലയിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മളൊന്ന് വിലയിരുത്തും. പല ഉസ്താദുമാരും ഇവിടെ ഈ ചെറിയ ശമ്പളം കൊണ്ട് ഇങ്ങനെ ഈ 5-6 മക്കളൊക്കെ തെറ്റിപ്പറ്റി കരയും കൂടെയൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുക എന്ന നിലയിൽ ഒന്ന് ഗൾഫ് പോയി വെക്കുക, അതൊക്കെ ചെയ്തു പോലെ ആയതിനു ശേഷം നമുക്ക് നീക്കാനറിഞ്ഞ എന്ന് വിചാരിച്ച് പോകുന്നവർ ഇഷ്ടംപോലെ കണ്ടുണ്ടോ? അങ്ങനെ ഒന്നും മുമ്പിൽ ചിന്തിക്കുന്നില്ല. ഒരു പായാലും വിചാരിക്കോ വേറെ ആരോടും മുമ്പിൽ പറയാറില്ല. വീട്ടിലും നാട്ടിലും ഒക്കെ സർവരാലും പ്രശംസ പിടിച്ചു പറ്റാൻ അവസരം ലഭിച്ച വലിയൊരു മഹാനുഭാവൻ. അതിനാൽ നാം ഒക്കെ അദ്ദേഹത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് അവസാനമായി സൂചിപ്പിക്കാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇരിക്കുന്നവരിൽ പലരും പൂർണ്ണമായി മനസ്സിലാക്കാൻ അവസരം ലഭിച്ചവരാണ്. ഏതൊരാളോടും സൗമ്യതയോടെ, പ്രത്യേകിച്ച് ഇവിടെ നിന്നിരുന്ന കാലങ്ങളിലൊക്കെ പ്രാസ്ഥാനികമായി പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അവിടങ്ങളിലൊക്കെ ആരെയും വേദനിപ്പിക്കാതെ കലഹം നടത്താതെയും അദ്ദേഹം നമ്മോടൊപ്പം ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം മറ്റുള്ള ആളുകൾക്കൊന്നും അയാളൊരു കുറ്റകെട്ട ആളാ, മോശക്കാരനായ എന്ന് പറയിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യാതെ അവർക്കും കുറ്റം പറയാനില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം ഇവിടെ കഴിഞ്ഞു കൂടിയത് എന്നെക്കാളാണ് നിങ്ങൾക്കൊക്കെ അറിയാം. അതിനാൽ ആ വിശാല മനസ്സും ഈമാൻ സലാമത്തിലാകണം എന്ന ചിന്തയും ഇതൊക്കെയാണ് അവരിൽ നിന്നും നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇവിടെ വിട്ടാൽ നേരെ പാറക്കടവ് പള്ളിയിൽ നിങ്ങൾക്ക് താമസിക്കാൻ ഒരു റൂം ശരിയാക്കി തരാൻ എന്ന് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നു എന്നറിഞ്ഞു. വേണ്ട, നിങ്ങൾക്ക് പള്ളിയിൽ തന്നെ ഇൻകാഫിന്റെ ഈയത്തിൽ വെച്ച് കിടക്കാലോ എന്നും പറഞ്ഞു അവിടെ തന്നെ കിടക്കലാ പറയൂ. ഏത് ഉസ്താദായും തയ്യാറാകാം. അവനാനും ഒരു റൂം സ്വകാര്യമായി ഉണ്ടായാൽ അവിടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൂടാലോ. പള്ളിയല്ലത്, പള്ളിയിൽ പല ആളുകളും കിടക്ക് നിസ്കരിക്കാൻ വന്നു തരും. അപ്പൊക്കെ നമ്മളെ വർക്കിനൊരു ബുദ്ധിമുട്ടാണ് എന്ന് മുമ്പിൽ മനസ്സിലാക്കിയിട്ടില്ല. കാരണം ആ നേരം കൂടി ഈത്തിക്കാപ്പിന്റെ നീയത്തും വെച്ച് കടന്നുറങ്ങിയാലും ഈത്തിക്കാപ്പിന്റെ പ്രതിഫലം ലഭിക്കുമല്ലോ. അവസാനം പള്ളിയിലൊന്നും പോകാൻ കഴിയാത്ത ആ സങ്കടവും എന്നോട് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അവസാനമായി ഞാൻ കൂടുതൽ സംസാരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ റഷീദ് മാസ്റ്ററുടെ മോന്റെയും മോളെയും കല്യാണം ജൂലൈ 13 നിങ്ങളിൽപ്പെട്ട ചിലരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അന്ന് അവിടെ സിദറ ഓഡിറ്റോറിയത്തിലേക്ക് ഉത്പാദനമെല്ലാം കൊണ്ടുവന്ന് അവിടെ കട്ടിലേക്ക് കടത്തിയിരുന്നു. അന്ന് ഒരുപാട് നേരം ഞാനുമായി സംസാരിച്ചു. എന്തൊക്കെ ചെയ്ത് അവിടെ തന്നെ ഉഷാറായി പോണില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേർക്കണട്ടോ, എന്നെ കൊണ്ട് ആർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും വേർക്കണട്ടോ എന്നും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അള്ളാഹു അദ്ദേഹം ചെയ്ത എല്ലാ ദീനീ ഖിദ്മത്തുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ ഒക്കെ കനത്ത പ്രതിഫലം ഖബറിൽ ഒരു വെളിച്ചമായി അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഒരുപാട് പറയാനുണ്ടെങ്കിലും സമയം വൈകിയത് കൊണ്ട് നിങ്ങൾക്കറിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ മരണസമയത്തുള്ള വിഷയങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആദ്യമായി ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. നേരെ മക്കൾ തന്നെ എനിക്ക് നൽകിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോടുമായി പങ്കുവച്ചത്. അല്ലാഹു തആല അവരോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് കഴിഞ്ഞുകൂടാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അള്ളാഹു എല്ലാം പുറത്തു കൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബന്ധുക്കള്, കുടുംബക്കാര്, പ്രത്യേകിച്ച് ഭാര്യമക്കള് വലിയ സങ്കടത്തിലാണ്. ഞാൻ ഇന്നിപ്പോ ഒരു ഉച്ചന്റെ സമയത്ത് അവിടെ പോകുന്നത്. ഉച്ചയോട് കൂടെ ഒരു 12 മണിയോട് കൂടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. 7 പരിപാടി. നിരവധി ആൾക്കാരുണ്ടായിരുന്നു. വന്ന ആളുകൾക്ക് അറിയാം. ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. ഞാൻ 3 മണിക്ക് കൊടുവള്ളിയിൽ പരിപാടി ഉണ്ടായതുകൊണ്ട് പോകുന്ന സമയത്തിനോട് തെളിയിങ്ങനെ കിട്ടും. മക്കൾ പിന്നെ തെളിയിലേക്ക് കൊണ്ടേയിരിക്കണം. വേറെ കുട്ടികളും മക്കളൊന്നായിട്ട് എപ്പോ ഒരു 3, 3:15, 3:30 മണി. അപ്പോ 12 മണി, 1 മണി, 2 മണി വരെ ഈ കണ്ടു കാണപ്പെട്ട ആൾക്കാരൊക്കെ ക്ഷണിച്ചു വരുത്തി പരിപാടിയൊക്കെ നടത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് ഇനി ഒന്ന് കണ്ണിപ്പെട്ടെ എന്ന് വിചാരിച്ച് ചെരിഞ്ഞ നേരാണല്ലോ. ആ നേരത്തും ഭാര്യയും മക്കളും വേറെ കുട്ടികളും ഒന്നിച്ചിരുന്ന് തെളിയിലില്ല, കൂട്ടായി പിന്നെയും 70,000 തെളിയിലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും അത് വാപ്പയുടെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മക്കളും വല്ലാത്തൊരു ഭാഗ്യമാണ്. വല്ലാത്തൊരു ഭാഗ്യമാണ്. അവരൊക്കെ ഭാഷന്മാരും
ഭൗതിക മേഖലയിലൊക്കെ പഠിച്ചവരുമാണെങ്കിലും പല ത്വരീക്കിലൂടെയും മാർഗത്തിലൂടെയും മാത്രം ചിട്ടയിൽ കഴിഞ്ഞു കൂടുന്ന മക്കളും അല്ലാഹു തആല ചെയ്ത സകല സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇത് രാവിലെ സുരസ്കാരം കഴിഞ്ഞിട്ട് അർമ്മം തന്നെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബെല്ലടിക്കുന്ന ഒരാള് നോക്കുമ്പോൾ അവിടുന്ന് ഒരു കുട്ടി ഇറച്ചിപ്പുതയ്ക്ക് വന്നതാണ്. ആ ഭാഗത്തുള്ള എല്ലാ വീടുകളിലേക്കും വലിയ പോത്തിനകത്ത് ഇറച്ചി വിതരണം ചെയ്തിട്ടുണ്ട്. സാധ്യമാകുന്ന സംഭാവനകളും ധർമ്മങ്ങളും ഒക്കെ ഉപ്പയുടെ പേരിൽ മക്കൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതിന്റെ ഒക്കെ പ്രതിഫലം അദ്ദേഹത്തിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ദൈവവുമായി ഇടപെടുന്നതിൽ നമുക്ക് വല്ല അടവുകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. കാരണം ഈ ഖിനാസുള്ളൊരു മനുഷ്യരാണ്. ഈ പോലുള്ള മനുഷ്യന്മാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോ നമ്മെ ഒരു പക്ഷേ അതിന് പേരിൽ സൃഷ്ടിച്ചെങ്കിലോ അള്ളാഹു തആല ആ അപമര്യാദകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. സ്വർഗവാസികൾ നമ്മെയും അദ്ദേഹത്തെയും ഒക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കരുതേ. കുറച്ച് ദിക്റേറ്റ് നമ്മൾ أعلم أنه لا إله إلا الله 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 لا إله إلا الله. അല്ലാഹു തആല നാം ഈ ചൊല്ലിയതൊക്കെ കബൂൽ ചെയ്യട്ടെ. ഇതിന്റെ കനത്ത പ്രതിഫലം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة نبينا محمد صلى الله عليه وسلم وإلى حضرات أرواح سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصالحين. اللهم زد لهم صرفا لنا صرفهم اللهم بحقهم بارك لنا في جميع أمورنا. وإلى حضرات أرواح آبائنا وأمهاتنا وسائر أقربائنا الموتى كلهم يا رب العالمين. خاصة إلى حضرات أرواح من دفن جوار هذا المسجد يا ذا الجلال والإكرام. اللهم اجعلنا وإياهم
من أهل الجنة ولا تجعلنا ولا إياكم من أهل النار خاصة إلى حضرة روح من نبيناه وقصدناه يا رب العالمين اللهم آنس وحشتا وآمن روحتا ونفس كربتا ونبر محلتا ورفع درجتا اللهم كن له وليا وبه حفيا اللهم إن كان محسنا فزد به حسناته وإن كان مسيئا فتجاوز عن سيئاته يا رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا سيدنا തമ്പുരാനെ നിങ്ങൾ ചൊല്ലിയ ദിക്റുകളും സൂറത്തുകളും ഒക്കെ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതിന്റെ ഒക്കെ കനത്ത പ്രതിഫലം ഞങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങളുടെ ഉസ്താദിന്റെ അബദ്ധത്തിലേക്ക് എത്തിക്കണേ അതിന്റെ സ്വീകാര്യത കൊണ്ട് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണം അല്ലാഹുവേ വല്ല ദോഷങ്ങളും ഉണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണേ സ്വർഗം നൽകണേ അല്ലാഹുവേ ദീനിന് വേണ്ടി ചെയ്ത സകല സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അതിന്റെ ഒക്കെ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിക്കണം ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വല്യപ്പമാര് എളാപ്പ മുത്താപ്പമാര് സഹോദര സഹോദരിമാര് ഭാര്യ ഭർത്താക്കൾ മക്കൾ അമ്മാവന്മാർ അല്ലാഹുവേ പള്ളിക്ക് ചുറ്റുഭാഗത്തും മരണപ്പെട്ട് കിടക്കുന്ന ആളുകൾ അവർക്കൊക്കെ നീ സ്വർഗം നൽകണേ പുറത്തു കൊടുക്കണേ അവിടെ ഒന്നിച്ച് സ്വർഗത്തിൽ ഒത്തുകൂടാൻ ഭാഗ്യം നൽകണം اللهم اجعل جنبنا هذا جنبا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا سقيا ولا مطرودا ولا محروما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. മുമ്പത്തെ പ്രസിഡന്റ് പി അൻസാക്ക ഇന്നലെ രാത്രി പെട്ടെന്ന് നെരമ്പിൽ ഒരു സ്ട്രോക്ക് വന്ന് കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഓർമ്മയിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടി ഈ ഒരുമിച്ച് കൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഇവിടെ കൂടുതലായിട്ട് പറയാനില്ല. നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച മുന്നിൻ്റെതായ സലീം തങ്ങൾ, അതുപോലെ നമുക്ക് അങ്ങോട്ട് ഇവിടെ സംസാരിച്ച നമ്മുടെ മുദ്രിസ് ദത്താൻ ഉസ്താദ്, യമാൻ ഉസ്താദ്, വളരെ ഉസ്താദിനെ കുറിച്ച് അടുത്തറിഞ്ഞ് ഉസ്താദിന്റെ ജീവിതം നമുക്ക് വിവരിച്ചു തരികയും ഉസ്താദിനെ കുറിച്ച് പറയുകയും ചെയ്ത ബഹുമാനപ്പെട്ട നമുക്ക് ഉസ്താദ് കൂടിയായ കെ സി ഉസ്താദ്, അതുപോലെ ഇസ്മ പൂർവ്വവിദ്യാലയ സംഘടന പ്രതിനിധികൾ, ഇവിടത്തേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നാട്ടുകാർ, സഹോദര സഹോദരിമാർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്